ശാല 2013-12 വരുന്നു, എല്ലാം നിങ്ങൾക്കറിയാം. 2013 അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്നു. അത് കഴിഞ്ഞ് അക്കാദമിക പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് വേണ്ടത് എന്ന ആലോചന വരുന്നു. ആലോചനയിൽ ആദ്യം പലതരത്തിലുള്ള പ്രപ്പോസലുകൾ പല ഭാഗത്തു നിന്ന് വന്നു. പക്ഷേ അക്കാദമിക് ഡീൻ എന്നുള്ള നിലയിൽ ഞാൻ പ്രപ്പോസ് ചെയ്തത് എഴുത്തച്ഛൻ പഠന കേന്ദ്രവും ഒരു അറബി മലയാള പഠന കേന്ദ്രവുമാണ്. അപ്പോൾ വലിയ ചർച്ച ഉണ്ടായി. എന്ത് പഠന കേന്ദ്രമാണ് ശ്രീനാഥൻ ഉദ്ദേശിക്കുന്നത്? കാരണം അറബി മലയാള പഠന കേന്ദ്രം, അങ്ങനെ ഒരു പഠന കേന്ദ്രം വേണോ എന്നൊക്കെയുള്ള ആശയക്കുഴപ്പങ്ങളുണ്ടായി ആദ്യം. എന്തായാലും അന്നത്തെ വൈസ് ചാൻസലറായിരുന്ന ജയകുമാർ സാറിന് കൃത്യമായി ആ പ്രപ്പോസൽ അംഗീകരിച്ചുകൊണ്ട് ഉത്തരവായി. അത് 2017 തന്നെ ആ സ്ഥാപനം ആരംഭിക്കുകയും ചെയ്തു. അതിൻ്റെ ഭാഗമായി ഒട്ടേറെ പ്രോജക്റ്റുകൾ നമ്മൾ ഏറ്റെടുത്തു. ആ പ്രോജക്റ്റുകൾ ഏറ്റെടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അതിലെ ഒന്നാമത്തെ ഒരു പ്രപ്പോസൽ മുന്നോട്ട് വച്ചിരുന്നത് പ്രധാനമായിട്ട് അറബി മലയാള ഗ്രന്ഥങ്ങളെ മലയാള ഭാഷയിലേക്കുള്ള പരിവർത്തനം നടത്തുക എന്നുള്ളതാണ്. അങ്ങനെ ചാർ ദർവേഷ് എന്ന് പറയുന്ന പുസ്തകം മലയാള സർവകലാശാല പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. തുടർന്ന് അധികാരമാറ്റം വരുന്നു. അത് രണ്ടാമത്തെ അതിൻ്റെ സംരംഭമായ അറബി മലയാള വിജ്ഞാനകോശം അതിൻ്റെ ഫുൾ ഡിസൈൻ തയ്യാറാക്കി അത് പിന്നെ അവതരിപ്പിച്ചു. ആ വേദിയിൽ വെച്ചിട്ടാണ് ഇവിടെ സാറിനെയൊക്കെ ഞാൻ പലരെയും കണ്ടത്. അപ്പോൾ അന്ന് അവിടെ ഇത് മാപ്പിള കലാ കേന്ദ്രവുമായിട്ട് സാഹിത്യ അക്കാദമിയുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തിയാണ് അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത്. പക്ഷേ പിന്നീട് എന്ത് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ അത് പൊലിഞ്ഞുപോയി എന്ന് മാത്രമേ പറയാനുള്ളൂ. ആ പ്രവർത്തനം മാന്ദ്യം സംഭവിച്ചു. അതിന് ഫണ്ട് അലോട്ട്മെൻറ്റ് വന്നില്ല. അതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിച്ചില്ല. പിന്നെ വേറെ ഏതോ തരത്തിൽ മലയാള സർവകലാശാല മാറി. പിന്നെ ഞാൻ കഴിഞ്ഞ വർഷം റിട്ടയർ ചെയ്ത് പോവുകയും ചെയ്തു. അപ്പോൾ എന്തുകൊണ്ട് അറബി മലയാളം പഠിക്കണം എന്നതാണ് നമ്മൾ ആദ്യം ചോദിക്കുന്ന ചോദ്യം. അപ്പോൾ ചോദിക്കും, ഇവിടെ ഒട്ടേറെ കാര്യങ്ങൾ പഠിക്കാനുള്ളപ്പോൾ പിന്നെ എന്തിനാ ഇനിയിപ്പോൾ ഒരു പുതിയ അറബി മലയാളം എന്നൊക്കെയുള്ള പല പല ചിന്തകൾ വരും. പക്ഷെ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് കേരളത്തിൻ്റെ സാഹചര്യത്തിൽ കേരളത്തിൻ്റെ സംസ്കാരം എന്ന് അല്ലെങ്കിൽ ഭാഷ എന്ന് നമ്മൾ പറയുകയും വലിയ അഭിമാനം കൊള്ളുകയും ഒക്കെ ചെയ്യുമ്പോൾ ഇതിൻ്റെ അകത്ത് ആരൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ട്, ആരൊക്കെ ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട് എന്നതാണ് ആദ്യത്തെ ചോദ്യം. മലയാളം കേരളത്തിലെ മലയാളികളുടെ മാതൃഭൂമിയാണ് കേരളം എന്നൊക്കെയുള്ള പഴയ ഒരു ഭാഷാ ദേശീയതാവാദം EMS ഉൾപ്പെടെയുള്ളവർ മുന്നോട്ട് വച്ചിട്ടുണ്ട്. ഇത്തരം വാദങ്ങൾ എന്തുകൊണ്ടാണ് വൈകാരികമായിട്ടൊരു ഭാഷയോട് മാതൃഭാഷയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഈ മലക്കം പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. 2025 ആയിട്ടും ഇന്ത്യക്ക് ഇന്നുവരെയായി എന്താണ് മാതൃഭാഷ എന്നത് കൃത്യമായി നിർവചിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ പ്രയോഗം വരുന്നത് സെൻസസിലാണ്. സെൻസസ് ആരംഭിക്കുന്നത് ബ്രിട്ടീഷുകാരാണ്. അവർക്ക് ഇവിടുത്തെ ജനസംഖ്യാ വിവരങ്ങൾ അറിയണം, അതുപോലെ സാംസ്കാരിക വിവരങ്ങൾ അറിയണം, ഇവിടുത്തെ റിസോഴ്സസുകൾ, ഇവിടെയുള്ള സ്രോതസ്സുകളെക്കുറിച്ചൊക്കെ അറിയണം. ഇത് അവരുടെ പ്രധാന അജണ്ടകളിൽ ഒന്നായിട്ടാണ് സെൻസസ് ഓപ്പറേഷൻ ആരംഭിക്കുന്നത്. ആ സെൻസസ് ഓപ്പറേഷൻ വന്നതിന് ശേഷം ഇന്ത്യ 1961 ഇന്ത്യ 47 സ്വാതന്ത്ര്യം കിട്ടുന്നു. പിന്നെ 51 സെൻസസ് എടുക്കുന്നു. 1961 ആദ്യമായിട്ട് മാതൃഭാഷാ സെൻസസ് എന്ന രീതിയിൽ ഇന്ത്യ സെൻസസിൽ ഈ ഭാഷ എന്ന് പറയുന്ന ഘടകത്തെ കൂടെ ഉൾപ്പെടുത്തിയത്. അത് ഉൾപ്പെടുത്തി കഴിഞ്ഞപ്പോൾ അന്ന് അവർ പറഞ്ഞിരുന്ന അന്നും ഈ നിർവചനത്തിൽ പ്രശ്നമാണ്. അമ്മ കുഞ്ഞിനോട് സംസാരിക്കുന്ന ഭാഷ, തൊട്ടിൽ കിടക്കുമ്പോൾ കുഞ്ഞ് കേൾക്കുന്ന ഭാഷ, കുട്ടി ആദ്യം കേൾക്കുന്ന ഭാഷ, കുട്ടിക്ക് പരിചിതമാകുന്ന ഭാഷ, ഇങ്ങനെ കുറേ അധികം ഡെഫിനിഷൻ ഈ 2011 സെൻസസ് ഉൾപ്പെടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ സീരീസ് ഓഫ് ഡെഫിനിഷണൽ ചേഞ്ച് കാണാം. എന്ന് പറഞ്ഞാൽ മാതൃഭാഷ എന്താണെന്ന് കൃത്യമായി നിർവചിച്ചിട്ടില്ല. ഇത് ഇന്ത്യയുടെ ഒരു ഔദ്യോഗികമായ സ്ഥാനം.
എന്തായാലും നമ്മൾ മാതൃഭാഷ എന്ന് വിശ്വസിക്കുന്നത് നമ്മുടെ പെറ്റമ്മയുടെ ഭാഷ എന്നുള്ള അർത്ഥത്തിലല്ല, പകരം നമ്മുടെ സാംസ്കാരിക മുദ്ര എന്ന രീതിയിലും ഒരു സ്വത്വമുദ്ര എന്നൊക്കെയുള്ള രീതിയിലാണ്. അപ്പോൾ മലയാളി എന്നാണ് മലയാളി ആയത് എന്നുകൂടെയാണ് നമുക്ക് തിരിച്ചു പോവേണ്ടത്. അപ്പോൾ അതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മലയാളം എന്ന് പറയുന്നത് ഒരു ഭാഷാവാചിയായി, അതായത് ഭാഷയുടെ പേരായിട്ട് വരുന്നത് 19-ാം നൂറ്റാണ്ടിലാണ്. അപ്പോൾ 19-ാം നൂറ്റാണ്ടിന് മുമ്പ് മലയാളം ഇല്ലായിരുന്നോ എന്ന് ചോദിച്ചാൽ അതിന് മലയാളം എന്നായിരുന്നില്ല പേര്. കാരണം നമ്മുടെ കേരളം എന്ന് പറയുന്നതിന് പകരം ഈ ദേശത്തെ അറിയപ്പെട്ടിരുന്നതാണ് മലയാളം എന്ന വാക്കുകൊണ്ട്. അത് ഭാഷാവാചിയായിട്ട് ഉപയോഗിച്ചു തുടങ്ങുന്നത് മലയാളം പേച്ച് എന്ന് പറഞ്ഞുകൊണ്ട് വരുന്നതൊക്കെ പിന്നീടാണ്. അപ്പോൾ ഭാഷാവാചിയായിട്ട് നമ്മൾ പറഞ്ഞിരുന്നത് ഒന്ന് നമ്പ്യാൻ തമിഴ്, മലയാൻ തമിഴ്, മലയാന്മ എന്നിങ്ങനെ കുറേ അധികം വാക്കുകൾ ഇങ്ങനെ ഉണ്ട്. ഇതൊന്നും 19-ാം നൂറ്റാണ്ട്, അതായത് കൊളോണിയലിസം വരുന്നത് വരെ നമുക്കിതേക്കുറിച്ച് മലയാളം ഒരു ഭാഷയായിട്ടൊന്നും ആരും അംഗീകരിച്ചിരുന്നില്ല. അതിനു മുമ്പ് 13-ാം നൂറ്റാണ്ടിലെ ലീലാതിലകത്തിൽ കൃത്യമായി മലയാളിയുടെ ഒരു ഐഡൻറ്റിറ്റിയെക്കുറിച്ചുള്ള ആദ്യത്തെ സാമൂഹ്യ ഭാഷാശാസ്ത്ര നിരീക്ഷണം വരികയാണ്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഉത്കൃഷ്ട ഭാഷയും അപകൃഷ്ട ഭാഷയും. ഉത്കൃഷ്ട ഭാഷ എന്ന് പറയുന്ന ത്രൈവർണികർ, അതായത് സവർണ ജനവിഭാഗങ്ങളിൽ പെടുന്നവർ സംസാരിക്കുന്ന സംസ്കൃത സാന്നിധ്യമുള്ള പ്രസരിപ്പുള്ള ഭാഷയാണ് ഉത്കൃഷ്ട ഭാഷ. താഴേക്കിടയിലുള്ള ആൾക്കാർ സംസാരിക്കുന്നത്, അതായത് നമ്മൾ അവർണ വിഭാഗമെന്നും ഒക്കെ നമ്മൾ വിളിക്കുന്ന താഴേക്കിടയിലുള്ള ആൾക്കാർ സംസാരിക്കുന്ന തമിഴ് കലർന്ന ഭാഷ, അല്ലെങ്കിൽ തമിഴ് അംശമുള്ള, തമിഴ് ചുവയുള്ള ഭാഷ, അതാണ് ഈ അപകൃഷ്ട ഭാഷ എന്ന് പറയുന്നത്. അപ്പോൾ കേരളത്തിൻ്റെ ഭാഷാബോധം 13-ാം നൂറ്റാണ്ട് ലീലാതിലകത്തിൽ ആരംഭിച്ചു വരുന്നത് തന്നെ ഉത്കൃഷ്ടം അപകൃഷ്ടം എന്ന് പറയുന്ന രണ്ട് വിഭാഗങ്ങളായിട്ടാണ്. അപ്പോൾ ഉത്കൃഷ്ട ഭാഷ എന്ന് പറയുന്നതൊക്കെ സംസ്കൃത സാന്നിധ്യമുള്ള ഭാഷ എന്നാണ് പിന്നെ ഇങ്ങോട്ട് വരുന്നത്. പിന്നെ മണിപ്രവാളം വരുന്നു, അതായത് സംസ്കൃതവും അതുപോലെ മലയാള ഭാഷ എന്ന് നമ്മൾ വ്യവഹരിക്കുന്ന അല്ലാത്ത ഒരു ഭാഷ, നാടൻ ഭാഷയും കൂടെ ചേർന്നുകൊണ്ടുള്ള ഒരു മണിപ്രവാള സാഹിത്യം വരുന്നു. മണിപ്രവാളത്തിൽ നിന്ന് പതിയെ പതിയെ അത് മലയാളമായ 16-ാം നൂറ്റാണ്ടിലേക്ക് വരുമ്പോൾ എഴുത്തച്ഛൻ്റെ മലയാള ഭാഷ, അത് സംസ്കൃതം ഒഴിവാക്കിക്കൊണ്ടല്ല, സംസ്കൃതത്തെ കുറച്ചുകൂടെ മലയാളീകരിച്ചുകൊണ്ടും സംസ്കൃതത്തിൻ്റെ കടുകട്ടി സ്വഭാവം ലളിതവൽക്കരിച്ചുകൊണ്ടും തദ്ദേശീകരിച്ചുകൊണ്ടുമുള്ള ഒരു ഭാഷാ പ്രവണത എഴുത്തച്ഛനിൽ വരുന്നു. എഴുത്തച്ഛൻ്റെ പ്രധാന പ്രത്യേകത എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്, ഇന്ന് തമിഴും നമ്മളുമായിട്ടുള്ള ഈ അക്ഷരഘടന അല്ലെങ്കിൽ നമ്മുടെ ലിപി ഘടന പരിശോധിക്കുമ്പോൾ ക ങ എന്നാണ്, കായും ങായുമാണ് കവർഗത്തിൽ നിൽക്കുന്നത്, ചായും ഞായുമാണ് ചവർഗത്തിൽ നിൽക്കുന്നത്. പക്ഷേ ഇതിനുള്ളിലുള്ള 3 വർണ്ണങ്ങൾ, അതായത് ഖ ഗ ഖ, ഈ 3 വർണ്ണങ്ങൾ സംസ്കൃത വർണ്ണങ്ങളാണ്. അത് അക്കാലം വരെ ഗ്രന്ഥലിപിയിലാണ് രേഖപ്പെടുത്തി, വട്ടെടുത്ത് എഴുതുമ്പോൾ ഇത്തരം വർണ്ണങ്ങളെ, സംസ്കൃത വർണ്ണങ്ങളെ ഗ്രന്ഥലിപിയിൽ എഴുതുന്ന രീതിയാണ്. ഇത് മാറ്റി കവർഗം ക ഖ ഗ ഖ ങ എന്ന രീതിയിൽ ഒരു ലിപി ഘടന എഴുത്തച്ഛൻ പ്രദാനം ചെയ്തു. എന്ന് പറഞ്ഞാൽ അന്യതയെ, അതായത് പുറത്തുള്ളതിനെ, വിദേശീയമായിട്ടുള്ളതിനെ അകത്ത് എടുക്കുക, ഉൾക്കൊള്ളുക എന്ന് പറയുന്ന ഒരു ആശയം. അതായത് ലിപി ഘടനയിൽ എഴുത്തച്ഛൻ സ്വീകരിച്ച ഒരു രീതിയാണ്. അതായത് സംസ്കൃത വർണ്ണങ്ങളെയും കൂടെ മലയാളത്തിൽ ഉൾപ്പെടുത്തി അത് മലയാളീകരിച്ച് തദ്ദേശീകരിച്ച് എടുക്കുക. ഇത് വലിയ ഒരു സാംസ്കാരിക പ്രവണതയാണ്. ആ സാംസ്കാരിക പ്രവണത എന്ന് പറയുന്നത് ഇവിടുത്തെ സംസ്കൃത അധീശത്വത്തോടു കേരളം എങ്ങനെ പ്രതികരിച്ചു എന്നതിൻ്റെ ഒരു തെളിവാണ്. അതായത് സംസ്കൃത വർണ്ണങ്ങളെ തനതാക്കി മാറ്റി. അത് വെടക്കാക്കി തനിക്കാക്കുകയായിരുന്നില്ല, വെടിപ്പായി തനിക്കാക്കുകയായിരുന്നു. അങ്ങനെ വെടിപ്പായി തനിക്കാക്കിയതോടുകൂടി മലയാളത്തിൻ്റെ അക്ഷരഘടന ദ്രാവിഡ ഘടനയിൽ നിന്ന് ഭിന്നമായി. അങ്ങനെ തമിഴിൽ നിന്ന് മലയാളത്തിന് ഒരു ഭിന്ന ലിപിഘടന വരികയും കൂടുതൽ ഭാഷകളെ ഉൾക്കൊള്ളാനുള്ള ഒരു ശേഷി മലയാളത്തിന് വരികയും ചെയ്തു. ഈ മലയാളത്തിൽ അന്നുൾപ്പെട്ടത് സംസ്കൃതവും അതുപോലെ അന്നത്തെ ലൈറ്റായിട്ടുള്ള ആൾക്കാരുടെ ചില മലയാളവുമായിട്ടുള്ള ഒരു ബന്ധമാണ്. ഇതിൽ അവഗണിക്കപ്പെട്ട വിഭാഗങ്ങൾ ആരൊക്കെയാണ്? സ്ത്രീകൾ, ദളിതർ,
പാർശ്വവൽകൃത എല്ലാ സമൂഹങ്ങളായ ആദിവാസി വിഭാഗങ്ങൾ എന്നിങ്ങനെ ഒട്ടേറെ വിഭാഗങ്ങൾ പുറത്തായി. അതിൽ മതപരമായി പുറത്തായ പ്രധാന വിഭാഗം മാപ്പിളമാരാണ്. അവരുടെ മലയാളം ഈ പൊതുമലയാളത്തിൽ വന്നില്ല. അപ്പോൾ പൊതുമലയാളം എന്ന് പറയുന്നത് സവർണ മലയാളം എന്ന് വിളിക്കാവുന്ന ഒരു പൊതുമലയാളം, ഒരു എലൈറ്റ് ഡോമിനൻസ്, കേരളത്തിൽ മൊത്തത്തിലുണ്ടായ ഒരു എലൈറ്റ് ഡോമിനൻസിൻ്റെ ഭാഗമായി രൂപം കൊണ്ട ഒരു മലയാളമാണ്. അതിൽ സംസ്കൃതത്തിൻ്റെ ഘടന, അതായത് ഇത് കുറച്ചുകൂടി വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദുസ്ഥാനിയും ഉറുദു കലർന്ന ഹിന്ദുസ്ഥാനി സാധാരണ ഭാഷയായി, ഗാന്ധി അംഗീകരിക്കുന്ന ഭാഷയായി, ഏറ്റവും പോപ്പുലറായ ഭാഷയായിരുന്ന ഹിന്ദുസ്ഥാനിയിൽ നിന്ന് ഹിന്ദി രൂപപ്പെടുന്നത് എങ്ങനെയെന്നത് ആലോചിച്ചാൽ മതി. ഹിന്ദി രൂപപ്പെടുന്നത് എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ കൂടുതൽ ഉറുദുവിൻ്റെ അംശം ചോർത്തിക്കളയുകയും സംസ്കൃതത്തിൻ്റെ അംശം കൂട്ടുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഈ ചോർത്തൽ, ഒഴിവാക്കൽ, ബഹിഷ്കരിക്കൽ എന്ന് പറയുന്നത് ഭാഷാ ഘടനയിൽ അല്ലെങ്കിൽ ഭാഷാ സ്വത്ത് രൂപീകരണത്തിൽ ഇന്ത്യയിൽ ആകമാനം സംഭവിച്ചതാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ സെൻസസിലേക്ക് വീണ്ടും തിരിച്ചു വരാം. 1961 സെൻസസ് ഇങ്ങനെ മാതൃഭാഷകളുടെ ലിസ്റ്റ്, അതിനു മുമ്പ് നമുക്ക് ഇന്ത്യയിൽ ആകെ മാതൃഭാഷകൾ എത്ര ഭാഷകളുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലിംഗ്വിസ്റ്റിക് സർവേ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന LSI എന്ന് വിളിക്കുന്ന ഗ്രിയേഴ്സൺ, അന്നത്തെ ബ്രിട്ടീഷ് ഭരണാധികാരിയായിരുന്ന ഗ്രിയേഴ്സൺ സംഘടിപ്പിച്ച ഭാഷാ സർവേയാണ്. ഈ സർവേ അനുസരിച്ച് ഏതാണ്ട് 200-ൽ താഴെ ഭാഷകളും 544 ഡയലക്റ്റുകളും ഉണ്ട്. പക്ഷെ അന്ന് ഇത് ബ്രിട്ടീഷ് ഇന്ത്യയിൽ നടന്നതാണ്. ഹൈദരാബാദിന് ഇങ്ങോട്ടുള്ള പ്രദേശങ്ങളിൽ സർവേ നടന്നിട്ടില്ല. അതോടൊപ്പം തന്നെ ബർമ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ ഇതിൻ്റെ ഭാഗമാവുകയും ചെയ്തിരുന്നു. അത് കഴിഞ്ഞ് സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഈ പ്രശ്നം ഉന്നയിക്കപ്പെടുന്നതും. അങ്ങനെ 61-ലെ സെൻസസിൽ 1652 മാതൃഭാഷകളുണ്ട് എന്ന രീതിയിലുള്ള റിപ്പോർട്ട് വരുന്നു. ഉടൻ തന്നെ ഇന്ത്യ സർക്കാരിന് വലിയ പ്രതിസന്ധി ഉണ്ടായി. എങ്ങനെയാണ് ഈ 1652 ഭാഷകൾക്ക് പാഠപുസ്തകങ്ങൾ ഉണ്ടാക്കണം, ലിപി ഉണ്ടാക്കണം, വിദ്യാഭ്യാസ പരിശീലനം നൽകണം? ഇതൊക്കെ വലിയ സാമ്പത്തിക ബാധ്യതയാണ്. ഈ സാമ്പത്തിക ബാധ്യത ഏറ്റെടുക്കണോ വേണ്ടേ? അപ്പോൾ ഈ സെൻസസ് നടത്തുന്നത് ഹോം മിനിസ്ട്രിയാണ്, ആഭ്യന്തര മന്ത്രാലയം. ആഭ്യന്തര മന്ത്രാലയത്തിലെ ബുദ്ധിമാന്മാരെല്ലാവരും കൂടെ ഒരു തീരുമാനം പെട്ടെന്നെടുത്തു. എന്താണ് ആ തീരുമാനം എന്ന് ചോദിച്ചാൽ, 10,000-ൽ താഴെ ജനസംഖ്യ വരുന്ന ഒരു ഭാഷകളെയും ഭാഷകളായി അംഗീകരിക്കേണ്ട. ഒരൊറ്റ തീരുമാനം പാർലമെൻറ്റ് പാസ്സാക്കുന്നു. ഇന്ത്യയിലെ എല്ലാ ഭാഷാശാസ്ത്രജ്ഞരും ഭാഷാ പണ്ഡിതന്മാരും ഒരുമിച്ച് അംഗീകരിക്കുന്നു. ഇന്ത്യ എന്ന് പറയുന്ന ഏകത നിലനിർത്താനായി ചെയ്യാവുന്ന ഏറ്റവും നല്ല കാര്യം ഭാഷാ അവകാശങ്ങളെ ധ്വംസിക്കുക എന്നതിനോട് കൂട്ടുനിന്നു എന്നതാണ്. ഈ തീരുമാനം ഇന്നുവരെ മാറിയിട്ടില്ല. 10,000-ൽ താഴെ എന്ന് പറയുമ്പോൾ ഒട്ടേറെ ആദിവാസി വിഭാഗങ്ങൾ അതോടെ ഔട്ട്. കാരണം 500, 1000, 2000 ഒക്കെയാണ് പല ആദിവാസികളുടെയും ജനസംഖ്യ ഇന്ത്യയിൽ. അതുകൊണ്ട് അവർക്കൊന്നും ഭാഷാ അവകാശമില്ല. പിന്നെ അവരെങ്ങനെ ജീവിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുഖ്യധാരാ ഭാഷയിൽ ലയിച്ചോളണം എന്നതാണ് അതിൻ്റെ തീരുമാനം. ഈ തീരുമാനത്തിൽ ഇന്നും മാറ്റം വന്നിട്ടില്ല. 2000 ആകുമ്പോൾ ലോകത്ത് നിങ്ങൾ സ്കൂളിൽ പഠിച്ച കാര്യം എന്താണ്? അതായത് ജീവജാലങ്ങളൊക്കെ വംശനാശം നേരിടുന്നു. അതുകൊണ്ട് ഈ വംശനാശം നേരിടുന്നവയെ സംരക്ഷിക്കണം. അങ്ങനെ ജൈവ സംരക്ഷണം എന്ന് പറയുന്ന ആശയം പണ്ടേ രൂപപ്പെട്ടതാണ്. പക്ഷേ പിന്നീടാണ് യുനെസ്കോയ്ക്ക് മനസ്സിലായത് ഈ ജൈവ സംരക്ഷണം ഉറപ്പുവരുത്തണമെങ്കിൽ ആ ജനത സംസാരിക്കുന്ന ഭാഷയും നിലനിൽക്കണം. ആ ഭാഷ നിലനിന്നില്ല എങ്കിൽ അവർ നൂറ്റാണ്ടുകളായി സമാഹരിച്ചിരിക്കുന്ന സമാഹൃത ജ്ഞാനം അതോടെ ഇല്ലാതാകും. അപ്പോൾ സമാഹൃത ജ്ഞാനമില്ലാതായാൽ അത് ലോകമാനവികതയുടെ നഷ്ടമായിരിക്കും. അപ്പോൾ ചിലർ പറഞ്ഞു, പലപ്പോഴും വേൾഡ് ബാങ്കിൻ്റെ ഒരു തീരുമാനമുണ്ട്, ഇന്ത്യൻ ആദിവാസികളെ കുറിച്ചുള്ള അവരുടെ ഒരു നയമാണ്, പബ്ലിക് പ്രോപ്പർട്ടി എക്സ്പ്ലോയിറ്റേഴ്സ് എന്നാണ് വിളിക്കുക. എന്ന് പറഞ്ഞാൽ വനം ഒരു പബ്ലിക് പ്രോപ്പർട്ടിയാണ്, പൊതുവായിട്ടുള്ളതാണ്. അതിൻ്റെ ചൂഷണം ചെയ്യുന്ന ആൾക്കാരാണ് ആദിവാസികൾ എന്നതാണ് അവരുടെ നിർവചനം. അപ്പോൾ ഓരോ കാലത്തും നിർവചനങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. എന്തായാലും
യുനെസ്കോ ഈ കാര്യം പറഞ്ഞപ്പോൾ 167 ഭാഷകൾ അവർ മാപ്പ് ചെയ്തു. ലോകത്തെമ്പാടും പെട്ടെന്ന് വംശനാശം സംഭവിക്കുന്ന ഭാഷകൾ ഏതൊക്കെയാണ്, ഇപ്പോൾ ആസന്ന നിലയിൽ നിൽക്കുന്ന ഭാഷകൾ ഏതൊക്കെയാണെന്ന്, വെന്റിലേറ്ററിലും ICUയിലും ഒക്കെ ആയിട്ടുള്ള ഭാഷകൾ ഏതൊക്കെയാണെന്ന് അവരിങ്ങനെ ലിസ്റ്റ് ചെയ്തതിൽ ഇന്ത്യ 1ാമത്തെ സ്ഥാനത്തെത്തി. അതായത് ഭാഷാ നഷ്ടത്തിൻ്റെ കാര്യത്തിൽ ഇന്ത്യ 1ാമതാണ്. 167 ഭാഷകൾ നഷ്ടപ്പെടുകയാണ്. ഈ പ്രശ്നം വന്നപ്പോൾ ഇത് 2009 ഇത് നിങ്ങൾക്ക് നെറ്റിനകത്ത് ഈ മാപ്പ് കിട്ടും, യുനെസ്കോയുടെ വേൾഡ് ലിംഗ്വിസ്റ്റിക് എൻഡേഞ്ചേർഡ് ലാംഗ്വേജ് മാപ്പ്. അത് നോക്കിയാൽ അറിയാൻ പറ്റും എന്താണ് സംഭവിക്കുന്നത്. അപ്പോൾ ചെറുഭാഷകൾ നഷ്ടപ്പെടുന്നു. ചെറുഭാഷകൾ നഷ്ടപ്പെട്ടാൽ എന്താ പ്രശ്നം? ഇതുവരെയായിട്ട് ആരും തന്നെ ജനിച്ചത് മുതൽ ഒരേ ഭാഷ സംസാരിച്ചൊന്നുമല്ല ഈ ഇത്തരം കാലം വന്നത്. അതുകൊണ്ട് അതൊന്നും വലിയ പ്രശ്നമല്ല എന്നൊരു വലിയ വിഭാഗവും, അതല്ല ഇത് സമാഹൃത ജ്ഞാനം ഇല്ലാതാകുന്നതോടുകൂടി ഒരു ജനത ആർജിച്ച അവരുടെ വിഭവ സമാഹരണശേഷി, വിഭവത്തിൻ്റെ യൂട്ടിലൈസേഷൻ, അതുപോലെ തന്നെ അവരുടെ അതിജീവനം ഇതെല്ലാം പ്രതിസന്ധിയിലാകും എന്ന പുതിയ ഒരു ഭാഷാ നയം ഒരു ലോകത്താകെ ചർച്ച ചെയ്യപ്പെടുകയാണ്. അപ്പോൾ അങ്ങനെ വന്നപ്പോഴാണ് ഇന്ത്യ ഗവൺമെൻറ് ഉൾപ്പെടെ ഈ പറയുന്ന ചെറുഭാഷകളെ സംരക്ഷിക്കണം. അപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ 10,000 എന്ന ആ മാനദണ്ഡം ഇന്ത്യ ചർച്ച ചെയ്തില്ല. പകരം ചെറുഭാഷകളെ സംരക്ഷിക്കണമെന്ന ഒരു പൊളിറ്റിക്കൽ രാഷ്ട്രീയ നയമുണ്ടാക്കുകയും അതിനുവേണ്ടി ഇഷ്ടം പോലെ പൈസ പമ്പ് ചെയ്യുകയും ചെയ്ത് ഒരു ഭാഷ റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കാനായിട്ട് ഏതാണ്ട് 3 കോടി രൂപ വെച്ച് അവർ കൊടുത്തു. അത് ആർക്ക് എന്ത് ഗുണം ചെയ്തു എന്നൊക്കെയുള്ളത് പിന്നെ വിദ്യാർത്ഥികൾ ആലോചിക്കുക. അങ്ങനെ ഭാഷ എന്ന് പറയുന്നത് ഇപ്പോൾ എന്താണ് ഈ 2000-ന് ശേഷം വന്നതെന്ന് ചോദിച്ചാൽ 1960-കളിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ ഒരു ദേശരാഷ്ട്രം ഭാഷാ വൈവിധ്യത്തെ കണ്ടത് സാമ്പത്തികമായ ഒരു നഷ്ടമായിട്ടാണ്, ഒരു ഇക്കണോമിക് ഇഷ്യൂ ആയിട്ടാണ്. അപ്പോൾ സാമ്പത്തികമായ വൻ നഷ്ടമുണ്ടാക്കുന്ന പദ്ധതിയാണ് ഈ ഭാഷാ വൈവിധ്യം. അതുകൊണ്ട് തന്നെ ഭാഷാ വൈവിധ്യം ഇല്ലാതാക്കുക, ഭാഷാ ഏകത സൃഷ്ടിക്കുക. കാരണം നേഷൻ സ്റ്റേറ്റ്, അതായത് ദേശരാഷ്ട്രം എന്ന് പറയുന്നത് ഒരു യൂറോസെൻട്രിക് ആശയമാണ്. യൂറോസെൻട്രിക് എന്ന് പറഞ്ഞാൽ യൂറോപ്പിൽ വിരിഞ്ഞ ഒരു ആശയമാണ്. ആ ആശയത്തിന് ചില മാനദണ്ഡങ്ങളുണ്ട്. ഒരു മാനദണ്ഡം ഒരു അതിർത്തി, ഒരു ഭാഷ, ഒരു മതം, ഒരു സംസ്കാരം എന്ന് പറഞ്ഞാൽ സിംഗുലാരിറ്റീസ്, ഏകത എന്ന് പറയുന്നതാണ് ഇതിൻ്റെ അടിസ്ഥാന ആശയം. കാരണം ഇന്ത്യയെ പോലുള്ള പ്രദേശങ്ങളിൽ അല്ലെങ്കിൽ ഈ പറയുന്ന ഏഷ്യയിലുള്ളത് പോലുള്ള അത്രയും വൈവിധ്യം യൂറോപ്പിൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് അവർക്ക് ഇത്തരത്തിലുള്ള ഒരു ആശയം വന്നത്. എന്തായാലും ഇന്ത്യ ഒരു ദേശരാഷ്ട്രമായി രൂപം കൊള്ളുമ്പോൾ തന്നെ കൃത്യമായും ഭാഷാ സംരക്ഷണം ഭരണഘടനയിൽ എഴുതപ്പെട്ടു. അതാണ് അതിൻ്റെ രസകരമായ കാര്യം. അതിനകത്ത് ഒരുപാട് ആർട്ടിക്കിൾസ് ഉണ്ട്. മുഖ്യഭാഷകളെയും ഉപഭാഷകളെയും ഒക്കെയുള്ള സംരക്ഷണം ഇതെല്ലാം ഉണ്ടായിട്ട് പോലും ഈ പറയുന്ന 61-ൽ ഇത്തരം ഒരു തീരുമാനം ഉണ്ടാവുകയും ഇന്ത്യയിലെ ഒട്ടേറെ ആദിവാസി ഭാഷകൾ ഇല്ലാതാവുകയും ചെയ്തു. ഇന്ന് ഭാഷാ വൈവിധ്യം എന്നത് ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക മൂലധനമാണ്. കാരണം അതിനകത്ത് അറിവിൻ്റെ വ്യവസ്ഥകളുണ്ട്, അതിനകത്ത് ഇഷ്ടം പോലെ ഫാർമസ്യൂട്ടിക്കൽ അറിവുകളുണ്ട്. ആ പ്രദേശത്തെക്കുറിച്ച് അവർക്കറിയാം. അവർ ഇത്രയും കാലം ജീവിച്ച സാഹചര്യങ്ങളിലൂടെ അവർ ആർജിച്ച സമാഹൃത ജ്ഞാന വ്യവസ്ഥ അതിനകത്തുണ്ട്. വല്ലാത്ത ആരോഗ്യ പരിപാലന രീതികളുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾ നോർത്ത് ഈസ്റ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ അവരുടെ വാട്ടർ ഷെഡ് മാനേജ്മെൻറ്റ് ഉണ്ട്. അതായത് ഈ പറയുന്ന കുഴലുകളിലൂടെ മുളകളിലൂടെ വെച്ചുകൊണ്ടുള്ള വാട്ടർ ഷെഡ് മാനേജ്മെൻറ്റ്. അപ്പോൾ ഇതൊക്കെ ഈ പറയുന്ന ടെക്നോളജിക്കലായിട്ടുള്ള അറിവുകളെല്ലാം ഇല്ലാതാകും. അതുകൊണ്ട് നമുക്ക് ഭാഷയെ സംരക്ഷിക്കണം എന്ന് പറയുന്ന ഒരു ആശയം. എന്ന് പറഞ്ഞാൽ ഭാഷ സ്വാഭാവികമായിട്ട് ഇന്നെത്തിയിരിക്കുന്നത് അത് ഒരു ദേശരാഷ്ട്രത്തെ സംബന്ധിച്ചിടത്തോളം അഭിമാനിക്കാവുന്ന, ഭാഷാ വൈവിധ്യം അഭിമാനിക്കാവുന്ന ഒരു മൂലധനമാണ് എന്ന നയത്തിലേക്ക് ഈ 2000 കഴിയുന്നതോടുകൂടി ലോകം മൊത്തത്തിൽ വന്നെത്തിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് വീണ്ടും പുറകോട്ട് പോകാം. കേരളത്തിൻ്റെ രൂപീകരണത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞു ത്രൈവർണിക ഭാഷയുടെ ഒരു ഇത് വന്നു. അന്ന് ഇന്ത്യയിൽ ആകമാനം അന്നത്തെ ഒരു നേഷൻ സ്റ്റേറ്റിൻ്റെ ആശയമായിരുന്നു പൊതുവിൽ ഉണ്ടായത് ഭാഷാ ദേശീയത എന്ന് പറയുന്ന ആശയം. അതാണ് ഈ EMS ഒക്കെ ഏറ്റെടുത്ത് നടത്തിയത്. കേരളം മലയാളികളുടെ മാതൃഭൂമി എന്ന് പറയുന്ന ആശയം. യഥാർത്ഥത്തിൽ കേരളം മലയാളികളുടെ മാത്രം മാതൃഭൂമിയല്ല.
കേരളം ഒട്ടേറെ ആദിവാസി വിഭാഗങ്ങളുടെയും ഒട്ടേറെ ന്യൂനപക്ഷ വിഭാഗങ്ങളും ഒക്കെ അടങ്ങുന്നവരുടെ എല്ലാം ഭാഷ ഉള്ളടങ്ങുന്ന അതിൻ്റെ മാതൃഭൂമിയാണ്. അതുകൊണ്ട് ആ പഴയ വാദത്തിലേക്ക് നമുക്ക് തിരിച്ചു പോകേണ്ട കാര്യമില്ല. അത് അന്ന് നിലനിന്നിരുന്ന ഒരു ദേശരാഷ്ട്രത്തെക്കുറിച്ച്, ഒരു സംസ്ഥാനത്തെക്കുറിച്ചൊക്കെയുള്ള ഭാഷാദേശീയതാ ബോധമായിരുന്നു. ആ ഭാഷാദേശീയതയിൽ നിന്ന് വ്യത്യസ്തമായി ബഹുഭാഷാദേശീയതയിലേക്ക് ലോകം കടന്നു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ കേരളവും ഒരു ബഹുഭാഷാദേശീയത നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അപ്പോൾ എന്താണ് കേരളത്തിൽ ഓരോ വിഭാഗങ്ങൾ, ഏതാണ്ട് 222ഓളം സമുദായങ്ങൾ എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ പഠിച്ച കമ്മ്യൂണിറ്റീസ് എന്നുള്ള അർത്ഥത്തിൽ കേരളത്തിൽ ഉണ്ട്. ഈ കേരളത്തിൽ ഓരോ വിഭാഗത്തിൻ്റെയും സംഭാവനകൾ എന്താണ്? ഓരോ വിഭാഗത്തിൻ്റെയും സംഭാവനകൾ, ഇപ്പോൾ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് നിങ്ങൾ ജാതിയായിട്ടെടുത്താലും മതവിഭാഗമായിട്ടെടുത്താലും എന്തായിട്ടെടുത്താലും അത് പ്രശ്നമല്ല. അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത്, ഒരു പ്രദേശത്ത് താമസിക്കുന്ന വിഭാഗങ്ങൾ ആ പ്രദേശത്ത് നിന്ന് സ്വീകരിക്കുകയും ആ പ്രദേശത്തേക്ക് വിഭാവനം ചെയ്ത് നൽകിയതുമായ സംഭാവനകൾ എന്തൊക്കെയാണ്? ഇത്തരത്തിൽ ഇപ്പോൾ കേരളം എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു സമൂഹത്തിൻ്റെ അല്ലല്ലോ. കേരളം എന്ന് പറയുന്നത് ഇത്രയും സമൂഹങ്ങൾ താമസിക്കുന്ന ചെറുതും വലുതുമായ, ജനസംഖ്യയിലുള്ള ചെറുതും വലുതും എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്രയും വിഭാഗങ്ങൾ താമസിക്കുന്ന ഒരു പ്രദേശമാണ്. ഇവിടെ ഓരോരുത്തരുടെയും സംഭാവന എന്താണ് സംഭവിച്ചത്? മുഖ്യധാരയിൽ വളരെ കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം, ലിപി എന്ന് പറയുന്നത്, അതായത് വാമൊഴി പാരമ്പര്യവും വരമൊഴി പാരമ്പര്യവും തമ്മിലുള്ള വ്യത്യാസമാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. വാമൊഴി പാരമ്പര്യം നിലനിൽക്കുമ്പോൾ അറിവ് എല്ലാവർക്കും ഒരേപോലെ സമാനമായിട്ടുള്ളതാണ്. അതിലേതെങ്കിലും പ്രത്യേക അറിവുണ്ടെങ്കിൽ അത് ചില മന്ത്രവാദത്തിൻ്റെയും ചില ചികിത്സാരീതികളുടെയും മാത്രം അറിവ് ചില കുടുംബങ്ങളിലോ അല്ലെങ്കിൽ വ്യക്തികളിലോ അവരുടെ പരമ്പരകളിലോ ആയിട്ട് നിൽക്കും. ബാക്കിയുള്ളതെല്ലാം പൊതു അറിവാണ്. അത് വാമൊഴി സംസ്കാരങ്ങളുടെ പാരമ്പര്യമാണ്. എല്ലാ വാമൊഴി, ഇപ്പം നിങ്ങൾ ആദിവാസി വിഭാഗങ്ങൾക്ക് വാമൊഴിയേ ഉള്ളൂ. അങ്ങനെയുള്ള സമൂഹത്തിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് പോകുമ്പോൾ അവിടുത്തെ കുട്ടികൾ മുതൽ മുതിർന്നവർ വരെയുള്ള ജനറേഷനിൽ അവർക്ക് അവരുടെ ഭാഷ അറിയാം, അവരുടെ സംസ്കാരം അറിയാം, അവരുടെ ആചാരം അറിയാം, അനുഷ്ഠാനം അറിയാം, എല്ലാം അറിയാം. എല്ലാവർക്കും എല്ലാം അറിയാം. എന്നാൽ വരമൊഴി എന്ന് പറയുന്നത്, ലിപി എന്ന് പറയുന്നത് ഒരു സാങ്കേതികതയാണ്. അതായത് ആദ്യകാലത്തൊന്നും നമുക്ക് എന്തുകൊണ്ട് ആദിവാസി ഭാഷകൾക്ക് ലിപി ഇല്ല എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ഇന്ത്യയിലെ വലിയ ആസൂത്ര പണ്ഡിതന്മാർ പറയുന്ന കാര്യം കൾച്ചർലെസ്, വിവരമില്ലത്. അതല്ല, പകരം ലിപിയുടെ ആവശ്യമില്ല. ആവശ്യം വന്നാൽ മാത്രമേ നമ്മൾ എന്തിലേക്കും കടക്കൂ. അപ്പോൾ ലിപി എന്ന് പറയുന്ന വ്യവസ്ഥയുടെ ആവശ്യം ആദിവാസികൾക്കില്ല. കാരണം അവരൊരു പ്രത്യേക പ്രദേശത്ത് ഒരുമിച്ച് താമസിക്കുന്നത്, അവർക്ക് വാമൊഴിയിലൂടെ തന്നെ സംവദിക്കാൻ പറ്റും, വിനിമയം സാധ്യമാണ്. ഓർമ്മയിൽ അവരുടെ എല്ലാത്തരം ജ്ഞാനവ്യവസ്ഥയും സംരക്ഷിക്കാനും സുരക്ഷിതമാക്കാനും അതിൻ്റെ അവതരണ വിഭാഗങ്ങളായിട്ട് ഫോക്ലോർ ജനിപ്പിക്കാനും അവർക്ക് കഴിയും. ഇതെല്ലാത്തിലൂടെയും, അതായത് അവരുടെ ദൈനംദിന ജീവിത രീതികളിലൂടെ ആ അറിവിൻ്റെ വിനിമയം സാധ്യമാണ്. 3 തരം അറിവാണ് ലോകത്തുള്ളത്. ആ അറിവ് എന്ന് പറയുന്നത് മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള അറിവ്. 2 മനുഷ്യരും തമ്മിലുള്ള അറിവ്. 3 മനുഷ്യരും അതിഭൗതികമായി എന്തോ ആയിക്കോട്ടെ അതുമായിട്ടുള്ള അറിവ്. എന്ന് വെച്ചാൽ മനുഷ്യന് പെട്ടെന്ന് പറയാൻ പറ്റാത്ത അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള അമൂർത്തമായ ചില കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവ്. ഇതെല്ലാ സമൂഹത്തിൻ്റെയും അടിസ്ഥാന അറിവാണ്. ആദിവാസി വിഭാഗങ്ങളിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഇത് വളരെ വ്യക്തമാണ്. അവരുടെ ചുറ്റിലുമുള്ള ജൈവികവും അജൈവികവുമായ എല്ലാ ഘടകങ്ങളെക്കുറിച്ചും വ്യക്തമായ ധാരണ ആദിവാസിക്കുണ്ട്. അപ്പോൾ അവിടെ നിങ്ങൾ വേറൊന്നും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. അവർക്ക് എന്ത് തിന്നണമെന്ന്. അപ്പോൾ ആ അറിവ് എങ്ങനെയാണ് അവർ സമാഹരിക്കുന്നത്? പ്രകൃതിയുമായിട്ടുള്ള അവരുടെ അറിവ് വളരെ വ്യക്തമാണ്. എന്തൊക്കെ എഡിബിൾ ഓർ നോൺ എഡിബിൾ എന്നാണ്. എന്തൊക്കെ നമുക്ക് കഴിക്കാം, എന്തൊക്കെ കഴിച്ചൂടാ എന്നതാണ് ആദ്യത്തെ അറിവ്. അതായത് അവരുടെ പ്രകൃതിയിൽ ലഭ്യമായിരിക്കുന്ന വസ്തുക്കളിൽ നിന്ന്, അത് സസ്യമായാലും ജന്തുവായാലും, എന്തൊക്കെ കഴിക്കാം എന്തൊക്കെ കഴിച്ചൂടാ എന്നതാണ് ഒന്നാമത്തെ അറിവ്. രണ്ടാമത്തെ അറിവ് ഈ സസ്യങ്ങളെയും ഈ ജന്തുക്കളെയും ഭൗതികമായ ആവശ്യങ്ങൾക്ക് എങ്ങനെയൊക്കെ, അതായത് മെറ്റീരിയൽ യൂസാണ്, എന്തൊക്കെ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം. അതായത് കെട്ടിട നിർമ്മാണത്തിന് ഉപയോഗിക്കാമോ, മറ്റെന്തെങ്കിലും കാര്യത്തിന് ഉപയോഗിക്കാമോ,
ഫർണിച്ചർ ഉണ്ടാക്കാമോ എന്നൊക്കെയുള്ള അറിവാണ്. മൂന്നാമത് ഇവയിൽ ആരോഗ്യ പരിപാലനത്തിന് എന്തൊക്കെ ഉപയോഗിക്കാമെന്നാണ്, മെഡിസിനൽ യൂസാണ്. 4 കലാപരമായിട്ടും അതുപോലെ ആത്മീയവുമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ഇവയിൽ എന്തൊക്കെ ഉപയോഗിക്കാമെന്നതാണ്. ഇതെല്ലാ വിഭാഗങ്ങൾക്ക്, ലോകത്തുള്ള എല്ലാ ആദിമ വിഭാഗങ്ങൾക്കുമുള്ള പ്രാഥമിക അറിവാണ്. ഈ അറിവെല്ലാം സംരക്ഷിക്കപ്പെടുന്ന 3 തരത്തിലാണ്. ഒന്ന് പ്രധാനമായിട്ട് വാമൊഴിയിലാണ്. അത് ഫോക്ലോറിൻ്റെ വിവിധ വിഭാഗങ്ങളിലൂടെ, കടങ്കഥകളിലൂടെയും കഥകളിലൂടെയും പാട്ടുകൾ, നാടോടി പാട്ടുകളിലൂടെയും ഒക്കെ അത് സംരക്ഷിക്കപ്പെടുകയാണ്. 2 ബോഡി നോളജാണ്. അതായത് പാചകം, കൃഷി, ഹണ്ടിങ് എന്നിങ്ങനെയുള്ള എല്ലാം ശരീരം പങ്കെടുക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളുടെയും അറിവ് ശാരീരികമായി തന്നെ അവർ സംരക്ഷിക്കുകയാണ്. മൂന്നാമത് അവർ സംരക്ഷിക്കുന്നതാണ് ഈ ലിഖിത വ്യവസ്ഥയെന്ന് നമ്മൾ ഒന്ന് ഫോണോസെൻട്രിക്, മറ്റ് ബോഡി സെൻട്രിക്, പിന്നെയാണ് സ്ക്രിപ്റ്റ് സെൻട്രിക് ലിപി വ്യവസ്ഥ. ലിപി തൽക്കാലം അവർക്ക് ആവശ്യമില്ല, കാരണം അവർക്ക് വിനിമയം ചെയ്യാനും എക്സ്ചേഞ്ച് ചെയ്യാനൊന്നും ഒരുപാടില്ല. അവരുടെ സമൂഹത്തിനുള്ളിലാണ് അവരുടെ ജീവിതം, അത് തന്നെയാണ് അവരുടെ യൂണിവേഴ്സ്. അതുകൊണ്ട് തന്നെ അവർക്ക് ലിപിയുടെ ആവശ്യമില്ല. അപ്പോൾ ലിപിയുടെ ആവശ്യം എപ്പോഴാണ് വരുന്നത്? ലിപിയുടെ ആവശ്യം വരുന്നത് കാർഷിക സമൂഹങ്ങൾ രൂപപ്പെട്ടതിന് ശേഷമാണ്. എന്താണ് കാർഷിക സമൂഹം രൂപപ്പെട്ടതിന് ശേഷം ലിപി ഉണ്ടാകാൻ കാരണമെന്ന് ചോദിച്ചാൽ, കാർഷിക സമൂഹം, അതായത് ആദിവാസി സമൂഹങ്ങളിൽ ഒരു സമൂഹത്തിന് തന്നെ എല്ലാ ജോലികളിലും ചെയ്യാൻ പറ്റും. അവരുടെ ഇക്കണോമിക് അല്ലെങ്കിൽ സാമ്പത്തികമായ രീതി അതാണ്. എന്നാൽ കൃഷി കണ്ടുപിടിച്ചതിന് ശേഷമുള്ള കാർഷിക സമൂഹങ്ങൾക്ക് ഏതെങ്കിലും ഒരു സമുദായം വിചാരിച്ചാൽ കൃഷി നടക്കില്ല. കാരണം അതിൽ ഭിന്ന ശേഷികൾ വേണം. അതായത് കന്നുകാലിയുടേതായിട്ടുള്ള അത് വളർത്തുന്നവരുടെ കോൺട്രിബ്യൂഷൻ വേണം, ആശാരികളുടെ കോൺട്രിബ്യൂഷൻ വേണം, കൊല്ലന്മാരുടെ കോൺട്രിബ്യൂഷൻ വേണം. അങ്ങനെ ഒട്ടേറെ ആൾക്കാരുടെ കോൺട്രിബ്യൂഷൻ, സംഭാവനകൾ ഉണ്ടെങ്കിൽ മാത്രമേ ഈ പറയുന്ന കാർഷിക വ്യവസ്ഥ നിലനിൽക്കൂ. അങ്ങനെ സമൂഹം ഏക വിളത്തോട്ടം പോലെ നിന്ന ഏക ഗോത്ര സമൂഹത്തിൽ നിന്ന് വ്യത്യസ്തമായി ഭിന്ന ഗോത്രങ്ങൾ ഒരുമിച്ച് താമസിക്കുന്ന രീതിയിലേക്ക് സമൂഹം മാറുന്നു. അങ്ങനെ മാറിയാണ് കാർഷിക സമൂഹങ്ങൾ രൂപപ്പെടുന്നത്. അങ്ങനെ വരുമ്പോൾ പലരിൽ നിന്നും സ്വീകരിച്ചത് തിരിച്ചു കൊടുക്കാനുള്ള വ്യവസ്ഥ വേണം. അങ്ങനെ പലതും എഴുതി സൂക്ഷിക്കേണ്ട ആവശ്യം വന്നു. ഇതെല്ലാം നമുക്ക് സൂക്ഷിച്ച് വെക്കണം. കാരണം എക്സ്ചേഞ്ച് സിസ്റ്റം നമുക്ക് വർദ്ധിച്ചു, വിനിമയ വ്യവസ്ഥ വർദ്ധിച്ചതോടുകൂടി ലിപിയുടെ ആവശ്യവും വന്നു. അങ്ങനെയുള്ള സമൂഹങ്ങളെല്ലാം ലിപി കണ്ടുപിടിച്ചു. അങ്ങനെ ലിപി കണ്ടുപിടിച്ചപ്പോഴാണ് നമ്മുടെ അതുവരെ ഉണ്ടായിരുന്ന സമൂഹം 2ആയി പിളർന്നു. അറിവുള്ളവനും അറിവില്ലാത്തവനും. അതായത് ലിപി അറിയുന്നവൻ അറിവുള്ളവനും ലിപി അറിയാത്തവൻ അജ്ഞനും, അതായത് സാക്ഷരനും നിരക്ഷരനും. ഈ സാക്ഷര നിരക്ഷര ദ്വന്ദ്വമാണ് സമൂഹത്തിൽ ആദ്യം പിറന്നത്. അങ്ങനെ കേരളത്തിൻ്റെ സന്ദർഭത്തിൽ വരുമ്പോൾ എന്താണ് സംഭവിച്ചത്? കേരളത്തിൻ്റെ ലിപി രൂപപ്പെടുന്നതോടുകൂടി ഞാൻ നേരത്തെ പറഞ്ഞ ത്രൈവർണിക സമൂഹം അവർ അറിവിൻ്റെ ഉടമകളായി. അവർ അറിവിൻ്റെ ഉടമകളായതോടുകൂടി അറിവ് മറ്റുള്ളവരിലേക്ക് പകരാതിരിക്കാൻ വേണ്ടി ഈ പറയുന്ന ലിപി മറ്റുള്ളവർ അറിയരുത് എന്നായി. അങ്ങനെ നൂറ്റാണ്ടുകൾ കേരളം നിന്നത് ഒരു പ്രത്യേക ചില വിഭാഗങ്ങൾക്ക്, ലിപി അറിയുന്ന വിഭാഗങ്ങളിൽ അവരാണ് അറിവിൻ്റെ ഉടമകൾ എന്ന രീതിയിൽ നിന്നു. ഇവിടെയാണ് മാപ്പിള മലയാളിയുടെ സ്വത്വം രൂപം കൊള്ളുന്നത്. ശ്രദ്ധിക്കുക, കേരളം ഒരു ഭാഗത്ത് അതിഭയങ്കരമായിട്ടുള്ള സാമൂഹ്യ സമ്മർദ്ദം നേരിടുകയാണ്. ആ സാമൂഹ്യ സമ്മർദ്ദം എന്ന് പറയുന്നത് ലിപി അറിയുന്ന അറിവുടമകളുടെ ഒരു സമൂഹം രൂപപ്പെടുകയും ലിപി അറിയാത്ത നിരക്ഷരരുടെ മറ്റൊരു സമൂഹം ഇരുണ്ട സമൂഹമായി നിലനിൽക്കുകയും ചെയ്യുന്നു ഒരു ഭാഗത്ത്. എന്നാൽ മലയാളി എന്താണ് ചെയ്തത്? മാപ്പിള മലയാളി ഇതിനൊന്നും എനിക്ക് ലിപി അറിയാമോ, ലിപി അറിയില്ലയോ, നിങ്ങൾ എനിക്ക് ലിപി തരുമോ, അതായത് അയ്യങ്കാളിയുടെ സമരം ചെയ്യാനല്ല മാപ്പിള മലയാളി പോയത്. പകരം മാപ്പിള മലയാളി എന്താ ചെയ്തതെന്ന് ചോദിച്ചാൽ, തികച്ചും വിദേശീയമായ
അതും വളരെ സാക്രഡ് എന്ന് വിളിക്കുന്ന ഒരു ലിപിയെ മലയാളി എഴുതാൻ വേണ്ടി ലോക്കലൈസ് ചെയ്തു, അല്ലെങ്കിൽ തദ്ദേശീകരിച്ചു. അതായത് സ്വന്തമായി മൂലധനം സൃഷ്ടിച്ചു. വളരെ കൃത്യമായി മനസ്സിലാക്കുക, ലിപി ഒരു മൂലധനമായി നിലനിൽക്കുകയും ഒരു സമൂഹം അറിവിൻ്റെ ഉടമകളാകുകയും നിരക്ഷരരെ സൃഷ്ടിക്കുകയും നിരക്ഷരരായി തന്നെ ഇരുട്ടിൽ ജീവിക്കുമ്പോൾ മാപ്പിള മലയാളി ചെയ്തത് വൈദേശികമായിരുന്ന ഒരു ഭാഷ, അതും സാക്രഡ് എന്ന് വിശ്വസിക്കുന്ന ഖുർആൻ എഴുതിയ ഭാഷാ ലിപിയെ സാങ്കേതികമായി ആ സാങ്കേതികതയെ മലയാളീകരിച്ചു എന്നതാണ്. ഇതാണ് അറബി മലയാള ലിപിയുടെ ജനനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യയശാസ്ത്ര സവിശേഷത. അതായത് ലോക്കലൈസ് ചെയ്യപ്പെട്ടു, ഒരു സാങ്കേതികത ആദ്യമായി ലോക്കലൈസ് ചെയ്യപ്പെട്ടു. ഈ സാങ്കേതികതയിലൂടെ അവർ മൊത്തമായി സ്ത്രീകൾ ഉൾപ്പെടെ ആൾക്കാർ സാക്ഷരരായി എന്ന് പറയുമ്പോൾ കേരളത്തിൽ ആദ്യമായി സാക്ഷര സമൂഹം എന്ന് വിളിക്കാവുന്നത് അറബി മലയാളത്തിലൂടെ കൈവന്ന മാപ്പിള മലയാളിയെയാണ് കേരളത്തിലെ ആദ്യത്തെ സാക്ഷര സമൂഹം. അല്ല 2000 മലപ്പുറത്ത് നിന്ന് ആളുകൾ ആര്യ ലിപി പഠിച്ചു, അതിന് ശേഷം സാക്ഷര സമൂഹം ഉണ്ടായത് വിഡ്ഢിത്തമാണ്. കേരളത്തിൽ ആദ്യമായ ഒരു സാക്ഷര സമൂഹം ഉണ്ടാക്കിയെങ്കിൽ ആസൂത്രണം ചെയ്തെങ്കിൽ നടപ്പാക്കിയെങ്കിൽ അത് അറബി മലയാള സാക്ഷര സമൂഹമാണ്. സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആൾക്കാർക്ക് പ്രാർത്ഥന ആയിക്കോട്ടെ, എന്തുമായിക്കോട്ടെ, അവർക്ക് അത് വായിക്കാനും അത് പാടാനും അല്ലെങ്കിൽ അത് ഉപയോഗിക്കാനും കഴിഞ്ഞിരുന്നു. അതുകൊണ്ടൊരു സാങ്കേതികത ഏറ്റവും അടിത്തട്ടിലെത്തിക്കാൻ കഴിഞ്ഞത് അത് മാപ്പിള മലയാളിക്ക് മാത്രമാണ്. കേരളത്തിൽ മറ്റൊരു സമൂഹത്തിനും അത് കഴിഞ്ഞിട്ടില്ല. ബാക്കി കഴിഞ്ഞതെല്ലാം പിന്നെ ഇപ്പുറത്തേക്ക് വരാം, മുഖ്യധാരയിലേക്ക്. അവിടെ നിങ്ങൾക്കറിയാം ലിപിയുടെ ഫിൽട്രേഷൻ എങ്ങനെയാണ് നടന്നത്. ലിപിയുടെ ഫിൽട്രേഷൻ നടന്നത് ഒന്ന് ബ്രാഹ്മണ സംബന്ധം എന്ന് പറയുന്ന വ്യവസ്ഥ, അതിലേക്കൊന്നും ഞാൻ ഒരുപാട് പോകുന്നില്ല. സംബന്ധ വ്യവസ്ഥയിലൂടെ സൃഷ്ടിക്കപ്പെട്ട ഒരു ജനവിഭാഗം അമ്പലവാസി സമൂഹമാകുന്നു. ഇങ്ങനെ പല ആ സമൂഹങ്ങളിലൂടെ ബ്രാഹ്മണർ, അതും പ്രോഗ്രസീവായിട്ടുള്ള കുറച്ച് പുരോഗമന ചിന്ത ഉണ്ടായിരുന്ന ബ്രാഹ്മണർ അക്ഷരജ്ഞാനം പതിയെ ഈ പറയുന്ന മറ്റു വിഭാഗങ്ങളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അവരിൽ പ്രധാനികളായിരുന്ന ആൾക്കാർ അല്ലെങ്കിൽ പുരോഗമന ചിന്ത ഉണ്ടായിരുന്ന സവർണ വിഭാഗം, അതിൽ താഴെയുള്ള ആൾക്കാർ, അതായത് ശ്രീനാരായണ ഗുരുവിന് ഉൾപ്പെടെ ഉള്ള ആൾക്കാർക്ക് ഈ പറയുന്ന അക്ഷരജ്ഞാനം ട്രാൻസ്ഫർ ചെയ്യുകയാണ്. അപ്പോൾ ഈ അക്ഷരജ്ഞാനം ഒരു കേന്ദ്രീകൃത ഘടനയിൽ നിന്ന് ഓരോന്നിലായിട്ട് എത്തി ഇപ്പോൾ ദളിതർ വരെ എത്തി ആദിവാസിയിലെത്താൻ പോകുന്നേ ഉള്ളൂ. ഇതിൻ്റെ ഡ്യൂറേഷൻ മനസ്സിലാക്കണം. അതായത് നമ്മൾ നവോത്ഥാനം എന്ന് വിളിക്കുന്ന വലിയ സംഭവങ്ങളിലൂടെ വരുമ്പോൾ ശ്രീനാരായണ ഗുരുവിനൊക്കെ അക്ഷരജ്ഞാനം വരുന്നതിൻ്റെ പീരീഡ്, ആ അക്ഷരജ്ഞാനം ശ്രീനാരായണ ഗുരു സ്വന്തമായിട്ട് ഉണ്ടാക്കിയതല്ല. അതിൻ്റെ മേൽത്തട്ടിലുള്ള ആൾക്കാർ, പ്രോഗ്രസീവായ ആൾക്കാർ ശ്രീനാരായണ ഗുരുവിന് കൈമാറുകയും അവിടെ നിന്നും താഴോട്ട് വന്നിട്ട് ഇതിപ്പോഴും ആദിവാസിയിലെത്തിയിട്ടില്ല. ഇതിനിടയിലാണ് അയ്യങ്കാളിയുടെ സമരവും ബഹളവും ഈ പറയുന്ന അക്ഷരത്തിന് വേണ്ടിയിട്ടുള്ള, അറിവിന് വേണ്ടിയിട്ടുള്ള യുദ്ധവും നടക്കുന്നത്. ഈ പ്രശ്നങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് അറിവിൻ്റെ ഈ അക്ഷരങ്ങളുടേതായിട്ടുള്ള പൊതുഘടനയിൽ വരുന്ന ഈ നൂറ്റാണ്ടുകളിലൂടെ സഞ്ചരിക്കുന്ന ഈ വ്യാപാരത്തെ മാപ്പിള മലയാളി എത്ര ലളിതമായി, എത്ര സുഗമമായി അവരുടെ സമൂഹത്തിലേക്ക് ഈ ലിപി എന്ന് പറയുന്ന അധികാര ഘടനയെ എത്ര എളുപ്പത്തിൽ അതിനെ ഇറക്കുമതി ചെയ്യുകയും അവർ സാക്ഷര സമൂഹമായി കേരളത്തിൽ ഉയരുകയും ചെയ്തു എന്നതാണ്. ഇതാണ് ആദ്യത്തെ ഒരു ആശയം വെക്കാനുള്ളത്, സാക്ഷരതയെക്കുറിച്ചുള്ള ആശയം. ഇനി രണ്ടാമത്തെ ആശയം എന്താണ്? ഈ പറയുന്ന കേരളത്തിൽ സംഭവിച്ചത് ഭാഷ രൂപീകരിക്കപ്പെട്ടു. സാഹിത്യ കൃതികൾ, അതായത് ഭാഷ എന്ന് പറയുന്നത് സാഹിത്യമാണെന്നുള്ള ഒരു ചിന്ത പ്രചരിപ്പിക്കപ്പെട്ടു. അങ്ങനെ പ്രചരിപ്പിക്കപ്പെട്ടപ്പോൾ അതിലേക്ക് ഓരോ എഴുത്തുകാർ,
അതായത് അവരുടെ ഈ ശ്രീനാരായണ ഗുരുവിനൊക്കെ സംസ്കൃതത്തിൽ എഴുതേണ്ടി വന്നതിൻ്റെയൊക്കെ ഒരു ചരിത്രം നിങ്ങൾ മനസ്സിലാക്കുമ്പോഴേ അറിയാവും. എന്തായാലും അവരെല്ലാവരും തന്നെ ഈ സാൻസ്ക്രിറ്റ് ഓറിയൻറ്റഡ് സംസ്കൃത വരേണ്യതയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു നെഗോഷിയേഷനിലൂടെ കുമാരനാശാൻ ഉൾപ്പെടെയുള്ള കവികൾ കടന്നുപോയതിൻ്റെ ഭാഗമായിട്ടാണ് അവരെല്ലാവരും സാഹിത്യ ലോകത്ത് പ്രധാനികളായി മാറുന്നത്. എന്നാൽ ഇതേ സമയത്ത് ദ്രാവിഡ പാരമ്പര്യമായ പാട്ട് ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ടു പോയ പൊയ്കയിലപ്പച്ചനെ പോലുള്ള ആൾക്കാർ അവഗണിക്കപ്പെട്ടു. പൊയ്കയിലപ്പച്ചൻ കുമാരനാശാന്റെ കൃതികളിറങ്ങുന്ന അതേ കാലഘട്ടത്തിൽ തന്നെയാണ് പൊയ്കയിലപ്പച്ചൻ നിന്നത്. പക്ഷേ പൊയ്കയിലപ്പച്ചൻ ലിപി ഉപയോഗിച്ചില്ല, പകരം പാട്ട് സാഹിത്യമായി നിന്നു. പൊയ്കയിലപ്പച്ചൻ കവിയുമായില്ല, ആ കവി പട്ടവും അദ്ദേഹത്തിന് കിട്ടിയില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ എന്താണ് സംസ്കൃതത്തിൻ്റെ ഈ മണിപ്രവാളം, ഈ പറയുന്ന പദ്യം, ഗദ്യം, ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഭാഷ സാധാരണഗതിയിൽ ഏതൊരു ഹൈബ്രിഡ് ലാംഗ്വേജ്, നമ്മൾ സമ്പർക്ക ഭാഷ എന്ന് പറയും, സാധാരണ സാങ്കേതികമായി പിജിൻ എന്ന് വിളിക്കും, പിന്നെ അത് മാതൃഭാഷയാകുമ്പോൾ ക്രിയോൾ എന്ന് പറയും. ഇവിടെ അതൊന്നുമല്ല സംഭവിച്ചു. ഇവിടെ എന്താണ് മാപ്പിള മലയാളി ചെയ്തത്? ആ ഭാഷയെ എഴുത്തുവിദ്യ കരസ്ഥമാക്കുന്നു, ആ എഴുത്തുവിദ്യയെ സാഹിത്യവൃത്തിയിലേക്ക് കൊണ്ടുവരുന്നു. അതായത് മറ്റ് സമൂഹങ്ങൾ നൂറ്റാണ്ടുകളിലൂടെ സഞ്ചരിച്ച് അതും ആർജിച്ചെടുത്തതിനെ വളരെ കൃത്യമായി സർഗാത്മക ഭാവനയിലേക്ക് ഭാഷയെ ഇറക്കുമതി ചെയ്യാൻ മാപ്പിള മലയാളിക്ക് കഴിയും. അങ്ങനെ നോക്കുമ്പോൾ കേരള ചരിത്രത്തിൽ രണ്ട് ധാരകളിൽ ഉപധാരയായ അറബി മലയാള ധാര ഏറ്റവും പ്രോഗ്രസീവായിട്ടും ഏറ്റവും ജനകീയവുമായിട്ടും വികസിച്ച ധാരയാണെന്ന് അംഗീകരിച്ചേ പറ്റും. ഞാൻ പറഞ്ഞത് വിയോജിപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം എന്നോട്, കാരണം ഞാൻ ഇതിൽ പുറത്ത് നിൽക്കുന്ന ഒരാൾ. ആ രീതിയിൽ നിങ്ങൾ അതിനെ പരിശോധിക്കുമ്പോൾ കൃത്യമായും സംസ്കൃതത്തിലുള്ള ഈ പറയുന്ന മേഘസന്ദേശത്തെയും കാളിദാസനെയും ഒക്കെ ട്രാൻസ്ലേറ്റ് ചെയ്യാനും അതിൽ പദ്യങ്ങളിലൂടെ കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകാനുമല്ല, ദ്രാവിഡ പാരമ്പര്യത്തിൽ ഊന്നി നിന്നുകൊണ്ട് പാട്ടിൻ്റെ ഘടനയെ അതേപടി നിലനിർത്തിക്കൊണ്ട് സാമാന്യ ജനതയുടെ ഭാഷയെ സാഹിത്യ ഭാഷയായി കൈകാര്യം ചെയ്യുക എന്ന ഒരു നേരെ തിരിഞ്ഞ ഒരു വിപ്ലവമാണ് ഇവിടെ നടന്നത്. അതായത് സാമാന്യ ജനതയുടെ ഭാഷ, ആ സാമാന്യ ജനതയുടെ ഭാഷയിലൂടെ സാഹിത്യ സൃഷ്ടി സാധ്യമാണെന്നും ഡിക്ഷണറിയുടെ സഹായം ഇല്ലാതെ തന്നെ സാമാന്യ ജനങ്ങൾക്ക് ഈ ഭാഷ മനസ്സിലാകുമെന്ന രീതിയിൽ സാഹിത്യ ഭാഷ സൃഷ്ടിക്കാൻ ഇവിടെ ശ്രമിച്ചു എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? അതായത് പീപ്പിൾസ് ലാംഗ്വേജ്, പീപ്പിൾസ് ലിറ്ററേച്ചർ, പീപ്പിൾസ് ഹിസ്റ്ററി. ഇത് ഇന്ന് ലോകം മുന്നോട്ട് വെക്കുന്ന ഏറ്റവും റാഡിക്കൽ ആശയമാണ്. അതായത് നിങ്ങൾ സാമാന്യ ജനതയുടെ ഭാഷയെ മനസ്സിലാക്കുക, സാമാന്യ ജനതയുടെ സാഹിത്യത്തെ അംഗീകരിക്കുക, സാമാന്യ ജനതയുടെ ജ്ഞാനവ്യവസ്ഥകളെ അംഗീകരിക്കുക. ഇവിടെ അറബി മലയാളം റെക്കോർഡ് ചെയ്തത് ഏറ്റവും കൂടുതൽ അതിൻ്റെ വിനിമയ വ്യവസ്ഥ സൃഷ്ടിച്ചത് ഈ പറയുന്ന സാമാന്യ ഭാഷയിലാണ്. ഈ സാധാരണക്കാർ, അതായത് വളരെ കൃത്യമായി ഇവിടെ കൃത്യമായി മനസ്സിലാക്കണം, എഴുത്ത് എന്ന് പറയുന്ന വിദ്യ തന്നെ എക്സ്ക്ലൂഷനായി നിൽക്കുമ്പോൾ, സോഷ്യൽ എക്സ്ക്ലൂഷനായി, ഇൻ്റലക്ച്വൽ എക്സ്ക്ലൂഷനായി, കൾച്ചറൽ എക്സ്ക്ലൂഷനായി നിൽക്കുന്ന ഒരു സ്ഥലത്ത് എഴുത്തിനെ ഇൻക്ലൂഷനാക്കി മാറ്റി എന്നതാണ് അറബി മലയാളത്തിലൂടെ മാപ്പിള മലയാളി ഇവിടെ കേരളത്തിൽ നടപ്പാക്കിയ ലോകമാതൃക. പറഞ്ഞതിൻ്റെ അർത്ഥം എങ്ങനെയാണ് നിങ്ങൾ ഉൾക്കൊള്ളുന്നതെന്ന് എനിക്കറിയില്ല. ഇത് കൃത്യമായിട്ട് ഞാൻ ഒരു ഭാഗത്ത് റൈറ്റിങ്ങിനെ സോഷ്യൽ എക്സ്ക്ലൂഷൻ്റെ ടൂളായി, ഉപാധിയായി, വെപ്പണായി ഉപയോഗിച്ച സമൂഹത്തിൽ അറബി മലയാളത്തെ ഇവിടെ മാപ്പിള മലയാളി ഉപയോഗിച്ചത് സോഷ്യൽ ഇൻക്ലൂഷനായിട്ടും അവിടെ ഒരു വിവേചനവും, അതായത് ഈ പറയുന്ന എലൈറ്റ്, ഇൻ്റലക്ച്വൽ,
എന്നൊക്കെ, അല്ലെങ്കിൽ ഇതൊക്കെ അറിയാവുന്നവർ മാത്രമേ, സാധാരണ അങ്ങനെയാണല്ലോ പറയുന്നത്, കാവ്യം മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ സാക്ഷര സമൂഹമാണ്, കാവ്യം അറിയണമെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഒരുപാട് തരത്തിലുള്ള ജ്ഞാനവ്യവസ്ഥകളുമായി ബന്ധപ്പെടണം, അത് സംസ്കൃത പാണ്ഡിത്യം വേണം. ഈ സ്ഥലത്താണ് സാമാന്യ ജനതയിൽ നിന്ന് അവർ ഉപയോഗിക്കുന്ന പദാവലി സ്വീകരിച്ചുകൊണ്ട് അവർക്ക് ഇഷ്ടപ്പെടുന്ന തരത്തിൽ എൻ്റർടൈൻമെൻ്റ് ആണ്, അതോടൊപ്പം തന്നെ ഇൻഫർമേഷനാണ്, നോളജാണ് എന്ന രീതിയിൽ തികച്ചും ബദലായിട്ടുള്ള ഒരു പാരഡിം, ഒരു മോഡൽ ഈ പറയുന്ന അറബി മലയാളത്തിന് സൃഷ്ടിക്കാൻ കഴിഞ്ഞു എന്ന് വിചാരിച്ച അറബി മലയാളം വെറുതെ മാപ്പിളപ്പാട്ട് പാടി നടക്കുകയായിരുന്നില്ല. ആയുർവേദം തുടങ്ങിയുള്ള എല്ലാ വിജ്ഞാനങ്ങളെയും അറബി മലയാളത്തിൽ സാമാന്യവൽക്കരിച്ചു. അല്ലാതെ വിജ്ഞാന ഗ്രന്ഥങ്ങൾ എഴുതാതെ അല്ല ഇത് ചെയ്തത്. എല്ലാത്തിനെയും അന്നുണ്ടായിരുന്ന എല്ലാത്തരം സാധ്യതകളും പ്രയോജനപ്പെടുത്തി. പക്ഷെ ആ പ്രയോജനപ്പെടുത്തിയത് മുഖ്യധാരയെ തരുവോ ഇല്ലയോ, മോഷ്ടിക്കണോ എന്ന് വിചാരിച്ചിട്ടല്ല, പകരം സമാനമായിട്ട് ഞങ്ങൾക്കാകും എന്ന് തീരുമാനിക്കുകയും ഞങ്ങളത് സൃഷ്ടിക്കും എന്ന് ഉറപ്പിക്കുകയും അതിലേറെ പ്രായോഗികവൽക്കരിക്കുകയും ചെയ്തു എന്നതാണ് മാപ്പിള മലയാളി കേരളത്തിൽ കാണിച്ച ഏറ്റവും വലിയ വിപ്ലവ മാതൃക. ഇതിപ്പോഴും അംഗീകരിക്കപ്പെടുന്നില്ല. കാരണം എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്താണെന്ന് മനസ്സിലാക്കിയാലല്ലേ ഇതെന്താണെന്ന്. കാരണം ഇപ്പോഴും നമ്മൾ എന്താ മുഖ്യധാരയിൽ നിന്നുകൊണ്ട് നേരെ കേന്ദ്രത്തിൽ നിന്നുകൊണ്ട് പെരിഫറിയിൽ നോക്കണം. അമുക്കൃതം എന്ന് പറഞ്ഞില്ലാത്ത ആ പാർട്ടികളല്ലേ, അബോട്ട് അത് പെരിഫറി കിടക്കുന്ന ഒന്നാണ്. ആദിവാസി ഇപ്പോഴാണ് 2 കവിത പബ്ലിഷ് ചെയ്ത് മലയാളത്തിലേക്ക് വരുന്നത്. അപ്പോൾ ഈ പെരിഫറികളെ അംഗീകരിക്കുന്നില്ല. പക്ഷേ ലോകം ഇന്ന് അംഗീകരിക്കുന്നത്, ഏറ്റവും കൂടുതൽ ഭാവനയുണ്ടായിട്ടുള്ളത്, ഏറ്റവും കൂടുതൽ സർഗാത്മക സംഭവിച്ചിട്ടുള്ളത്, ഏറ്റവും കൂടുതൽ ജനകീയ സാഹിത്യം ഉണ്ടായിട്ടുള്ളത് എല്ലാം പെരിഫറിയിലാണ്. ആ പെരിഫറി എന്നുള്ള അർത്ഥത്തിലാണ് ഇന്നത് കേന്ദ്രമായി മാറേണ്ടത്. അവിടെയാണ്. അപ്പോൾ മക്തിത്വങ്ങളിലേക്ക് വരുമ്പോൾ മക്തിത്വങ്ങൾ പറഞ്ഞ തെറ്റൊന്നുമല്ല, അങ്ങനെ വിചാരിക്കുകയും വേണ്ട. അറബി മലയാളം അതിൻ്റെ പ്രോഗ്രസീവായിട്ട് വളരെ കൃത്യമായിട്ട് അത് ഒരു ഉപസംധാരയായിട്ട്, സാംസ്കാരിക ധാരയായിട്ട്, സ്വതന്ത്രമായ ഒരു സാംസ്കാരിക ധാരയായിട്ട് വികസിച്ചു. അത് തെറ്റല്ല. പക്ഷേ ഒരു നേഷൻ സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ അവിടെ ഈ പറഞ്ഞ, നേരത്തെ പറഞ്ഞ സിംഗുലാരിറ്റിയുടെ അർത്ഥത്തിൽ ഒരു ഭാഷ, ഒരു ഇത് എന്ന് പറയുമ്പോഴാണ് മക്തിത്വങ്ങൾ ഉൾപ്പെടെ അത് അന്നത്തെ ഒരു ഭാഷാ ദേശീയതയുടെ ഭാഗമാണ്. ആ ദേശീയതയിലേക്ക് വരുന്നത്. അപ്പോൾ പിന്നെ നമുക്ക് എന്തൊക്കെയാണ് ഇതിൽ ചെയ്യേണ്ടത്? അവിടെയാണ് മാപ്പിള മലയാളിയും കേരളത്തിലെ അക്കാദമിക സമൂഹവും ഒരുപോലെ ഫെയിലായി. കാരണം ഇതിനെ എൻകോഡ് ചെയ്യാൻ, അതായത് ഈ പറയുന്ന പാരലൽ വ്യവസ്ഥയെ, സമാന്തരമായി രൂപപ്പെട്ട ഈ വ്യവസ്ഥയെ പൊതുസമൂഹത്തിൻ്റെ അതായത് കേരളത്തിൻ്റെ പൊതു എന്ന് നമുക്ക് വിളിക്കാവുന്ന തരത്തിലേക്ക് ഇതിനെ കൺവേർട്ട് ചെയ്യുക. നമ്മളെപ്പോഴും കൺവേർഷൻ ഒരു വളരെ പ്രധാനമാണ്. അങ്ങനെ വന്ന് ഇതൊക്കെ മലയാള ലിപിയിൽ ഇറങ്ങുകയും മലയാളത്തിലേക്ക് ഇത് മാറുകയും ചെയ്യേണ്ടുന്ന ഒരു വ്യവസ്ഥയിൽ നമ്മൾ സൈലൻ്റായി. അതുകൊണ്ട് തന്നെ ഇതിപ്പോഴും ഒരു അന്റാർട്ടിക്കയാണ്. അതായത് ഒരു വായനക്കാരനെ, കേരളത്തിൻ്റെ ഒരു പൊതു വായനക്കാരനെ സംബന്ധിച്ചോളം ഇത് അന്റാർട്ടിക്കയാണ്. കാരണം എന്താണ് ഏതാണെന്ന് അറിയില്ല, കാരണം ഇത് ലിപി അറിയില്ല, ഇതിലെന്താ ഉള്ളതെന്ന് അറിയില്ല. അപ്പോൾ അവർക്ക് ഏറ്റവും എളുപ്പം ഒഴിവാക്കലാണ്. കാരണം ഇത് മുഖ്യധാരയിൽ എടുക്കേണ്ട. SCRT എന്തിനാ ഈ പുസ്തകം നോക്കണം? കാരണം SCRTക്ക് അറിയില്ല, SCRTയെ ഭരിക്കുന്ന മന്ത്രിക്ക് അറിയില്ല, ആർക്കും അറിയില്ല ഇതെന്താണെന്ന്. അപ്പോൾ അവർ ചെയ്തത് എക്സ്ക്ലൂഷൻ എളുപ്പം എന്താ? ഇഗ്നോർ ചെയ്യുക. നമ്മൾ കണ്ടില്ല, ഇത് അറിയേണ്ട കാര്യമില്ല. അങ്ങനെ തിരസ്കൃതമായ, അതായത് ഇങ്ങനെ ഒരു പാരലായിട്ടുള്ള സമാന്തരമായിട്ടുള്ള ഒരു സാംസ്കാരികതയെ, ഒരു ഉപദേശീയതയെ, ഉപസാംസ്കാരികതയെ പൂർണ്ണമായും ഇല്ലാതാക്കുക എന്ന് പറഞ്ഞാൽ അതിനെ അങ്ങ് മറന്നേക്കുക. എന്നിട്ട് മുഖ്യധാര ഇതാണെന്ന് വരുത്തിക്കുക, അംഗീകരിപ്പിക്കുക. ഇത് നടന്നതാണ് പ്രശ്നം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ശ്രമിക്കേണ്ടത് ഇത് എങ്ങനെയാണ് ഈ ഇത്രയും 2000-ലേറെ ഈ ഗ്രന്ഥ സമുച്ചയത്തെ എങ്ങനെയാണ് പൊതുധാരയിൽ എത്തിക്കുക. ആ പൊതുധാരയിൽ ഇത് വളരെ കൃത്യമായി നിർണ്ണയിക്കപ്പെടണം. ഇത് പൊതുധാരയിൽ വായിക്കപ്പെടണം. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ചാർ ദർവേശ് മലയാളത്തിൽ കൊണ്ടുവന്നത്. അപ്പോൾ അതൊരു വലിയ പ്രോജക്റ്റായിരുന്നു. എല്ലാ പുസ്തകങ്ങളെയും അങ്ങനെ ഒരു കുട്ടികളെ ഉപയോഗിച്ചുകൊണ്ട് ആ രീതിയിലേക്ക് നമ്മൾ കൊണ്ടുവരാൻ ശ്രമിച്ചു. മറ്റൊന്ന്, ഈ ഒരു മാപ്പിള വിജ്ഞാനകോശത്തെക്കുറിച്ചുള്ള, അത് സാറും ഉണ്ടായിരുന്നല്ലോ അന്ന്, മാപ്പിള വിജ്ഞാനകോശത്തെക്കുറിച്ചുള്ള ഒരു പ്ലാനിങ് ആയിരുന്നു. അതിൽ ഞാൻ ചില ആശയങ്ങൾ ഇവിടെ പറയാം. മാപ്പിള സമൂഹവും ഭാഷയും, അതായത് ഭൗമിക വിതരണം, വിതരണ ഭൂപടം, ആഭ്യന്തര വൈവിധ്യം, അതുപോലെ ശ്രേണീകൃത തൊഴിൽ വിഭജനം,
ഇതര സമൂഹത്തിൽ നിന്നുള്ള സാമൂഹ്യശാസ്ത്ര വ്യതിരിക്തത, ശുദ്ധ അശുദ്ധ വിവേചനം, പിന്നെ മാപ്പിള സമൂഹവും ഭാഷയും, അത് ക്രിട്ടിക്കൽ സ്റ്റഡിയാണ്, ഡിസ്കോഴ്സ് സ്റ്റഡിയാണ്. മാപ്പിള വിവിധ വ്യവഹാരങ്ങളിൽ എങ്ങനെയാണ് പരാമർശിക്കപ്പെട്ടത്, കൊളോണിയൽ വ്യവഹാരം, നാഷണലിസ്റ്റ് വ്യവഹാരം, കമ്മ്യൂണിസ്റ്റ് വ്യവഹാരം, പ്രാദേശിക ചരിത്ര വ്യവഹാരം, ഇതിലൊക്കെ ഈ സാന്നിധ്യത്തെ എങ്ങനെയാണ് അവർ അടയാളപ്പെടുത്തിയിരിക്കുന്നതെന്ന് വിമർശനാത്മകമായി പരിശോധിക്കേണ്ടതുണ്ട്. ലിപിയുടെ രൂപീകരണവും, അതുപോലെ അബൂബക്കർ സാർ എന്നിപ്പോൾ പറയാൻ പോകുന്നു, ലിപി രൂപീകരണവും അതിൻ്റെ പരിണാമവും, ലിപി അതുപോലെ അതിൻ്റെ വ്യാകരണ ഘടനകൾ, വിവിധ ലിപി ധാരകളുടെ സ്വാധീനം, അറബി ലിപിയും മലയാള വർണ്ണവിജ്ഞാനവും, അതുപോലെ വിവിധ തരം ലിപികൾ, തദ്ദേശീയ ഭാഷാ സമ്പർക്കവും അറബി ലിപിയുടെ അഖിലേന്ത്യാ വ്യാപനവും, അറബി മലയാള കാലിഗ്രാഫി, ഇത് ഒരു വലിയ പ്രധാനപ്പെട്ട ഏരിയയാണ് കാലിഗ്രാഫി. ഇന്ന് മലയാള കാലിഗ്രാഫിയെക്കുറിച്ച് നമ്മളെ ഭട്ടതിരിയുടെ ആണ് നമ്മൾ അറിയുന്നത്. പക്ഷേ അങ്ങനെയല്ല, അറബി മലയാള കാലിഗ്രാഫി വളരെ വിപുലമായ ഒരു സ്രോതസ്സായിരുന്നു ഇവിടെ. ഒട്ടേറെ പ്രസ്സുകൾ, ഇപ്പോൾ നിങ്ങളൊക്കെ ജീവിച്ചിരിക്കുന്ന പല പ്രദേശങ്ങളിലും ഗംഭീരമായ അറബി മലയാള പ്രസ്സുകൾ ഉണ്ടായിരുന്നുവെന്നാണ്. അതിൻ്റെ ചരിത്രം, അതിൻ്റെ ഏതൊക്കെ തരമായിരുന്നു, അതിൻ്റെ ശൈലി, അതിൻ്റെ കാലം, അതുപോലെ ദേശം, മാധ്യമം, സാങ്കേതികത, ഇതെല്ലാം നമ്മൾ രേഖപ്പെടുത്തി സൂക്ഷിക്കേണ്ടതുണ്ട്. അതുപോലെ ഏതൊക്കെ സ്ഥാപനങ്ങളാണ് അച്ചടി നടത്തിയിരുന്നത്, ഏതൊക്കെ വ്യക്തികളാണ്, എന്തൊക്കെ തരം ഉൽപ്പന്നങ്ങളാണ് വന്നിരുന്നത്, ഇത് എത്രത്തോളം വ്യാപിച്ചിരുന്നു. കാരണം മലബാറിൽ അടിക്കുന്ന അറബി ലിപി മൗലവി സാഹിബിൻ്റെ തിരുവിതാംകൂറിലേക്കൊക്കെ എത്തുന്നതിൽ വളരെ പരിമിതികളുണ്ടായിരുന്നു. വൈക്കം മൗലവിയുടെ റെഫറൻസുകൾ നമ്മൾ നോക്കുമ്പോൾ അവിടെ പ്രത്യേകിച്ചൊരു പ്രശ്നം ഉണ്ടായിരുന്നെങ്കിൽ പോലും ഇവിടെ നിന്നുള്ള അതിൻ്റെ ഒരു വ്യാപനം കുറവായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. ഇനി അതിൻ്റെ മാധ്യമ ചരിത്രം, ഇതൊക്കെ ഞാൻ പറയുന്നത് വളരെ യങ്സ്റ്റേഴ്സ്, വിദ്യാർത്ഥികൾ ഉള്ളതുകൊണ്ടാണ്. മാധ്യമ ചരിത്രം, അതായത് ഇവിടെ ഒരു അറബി മാധ്യമ ഉണ്ട്, അതിനൊരു മീഡിയ ഹിസ്റ്ററി ഉണ്ട്. ആ മീഡിയ ഹിസ്റ്ററി പരിശോധിക്കപ്പെടേണ്ടതാണ്. അതായത് പത്രപ്രവർത്തനം, പത്രം, മാസികകൾ, ലഘുലേഖകൾ, ശീർഷകങ്ങൾ, പ്രസിദ്ധീകരണ കാലം ആരുടെ ഉടമസ്ഥതയിലായിരുന്നു എന്ന വിവരം, അതിൻ്റെ ദേശം, സാമൂഹ്യധർമ്മം, അതുപോലെ ഓരോന്നിൻ്റെയും ഉള്ളടക്കം എന്തായിരുന്നു എന്നുള്ള ചർച്ച, പിന്നെ മാധ്യമ ചരിത്രത്തിൻ്റെ സ്ഥാനം, ഇതെല്ലാം ഇതൊന്നും അടയാളപ്പെടാതെ കിടക്കുന്ന കാര്യങ്ങളാണ്. കാരണം നമ്മുടേതായ കേരളത്തിൽ വരേണ്ടുന്ന, മലയാളത്തിൽ വരേണ്ടുന്ന ഒരു വലിയ ചരിത്രധാരയാണ് ഇതെന്ന് നമ്മൾ തിരിച്ചറിയുക. ആ ചരിത്രധാരയെ എങ്ങനെ അടയാളപ്പെടുത്തണം എന്നുള്ളതാണ്. ഇനി അറബ് മലയാള ഗ്രന്ഥ സംസ്കാരത്തിൽ വന്നാൽ വൈജ്ഞാനികം, സാഹിത്യം, ഇതൊരു ക്ലാസിഫിക്കേഷൻ നടത്തിയിട്ടുണ്ട്. പക്ഷേ എന്നാലും അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ വേണ്ടി വരും. വൈജ്ഞാനിക സാഹിത്യത്തിൽ അറബി മലയാള വൈജ്ഞാനികത എന്താണെന്നും, മതം, ശാസ്ത്രം, അതിൻ്റെ വിവിധ ശാഖകൾ, ഇതൊക്കെ കൃത്യമായി പഠനം നടത്തി അനോട്ടേറ്റഡ് ബിബ്ലിയോഗ്രാഫീസ് നമ്മൾ ഉണ്ടാക്കണം. അറബി മലയാള പാഠാവലി നിർമ്മിക്കണം. അതുപോലെ ചരിത്രം, പരിണാമം, മാതൃക വിശകലനം, ഇതെല്ലാം തന്നെ നമ്മൾ നടത്തേണ്ടതുണ്ട്. ഇതിലൊക്കെ ചില വിദ്യാർത്ഥികളുണ്ടാവും, അവർ ചെയ്തിരിക്കും. പക്ഷേ അത് മാത്രം പോരാ, ഇത് സംഘടിതമായി നടത്തേണ്ടുന്ന പ്രവർത്തനങ്ങളാണ്. അറബി മലയാള നിഘണ്ടു വിജ്ഞാനീയം വികസിക്കപ്പെടേണ്ടുന്ന ഒരു മേഖലയാണ്. അതിനകത്ത് ദ്വിഭാഷ, ബഹുഭാഷാ നിഘണ്ടുക്കൾ രൂപപ്പെടണം. അതിൻ്റെ ചരിത്രം പറയണം, ഘടന പറയണം, അതിൻ്റെ മാതൃക എങ്ങനെയാണെന്ന് നിശ്ചയിക്കപ്പെടണം. ഇപ്പോൾ അറബി മലയാള നിഘണ്ടുക്കൾ ഇറങ്ങിയിട്ടുള്ളതൊന്നും തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇനി വരുന്ന സാങ്കേതിക വിദ്യയുമായിട്ട് പൊരുത്തപ്പെടുത്തി, അതായത് സൈബർ ലിംഗ്വിസ്റ്റിക്സുമായിട്ട് അല്ലെങ്കിൽ അതുമായിട്ടുള്ള ലെക്സിക്കോഗ്രാഫിയുമായിട്ട് പൊരുത്തപ്പെടുത്തി ഓൺലൈൻ നിഘണ്ടുക്കളുടെ സ്വാധീനം, സാധ്യത നമ്മൾ പ്രയോജനപ്പെടുത്തണം. അതുപോലെ ലഘുലേഖകളും നോട്ടീസുകളും ഈ പീരീഡിൽ ഉപയോഗിച്ചിരുന്ന അറബി മലയാളി ഇവിടെ പ്രസിദ്ധീകരിച്ചിട്ടുള്ള ലഘുലേഖകൾ, അതുപോലെ പ്രചാര ഉദ്ദേശ്യങ്ങൾ, സംബോധിതർ, പ്രസാധകർ, സാമൂഹ്യധർമ്മം, ബ്രിട്ടീഷുകാർ ഇങ്ങനെയുള്ള എല്ലാത്തിനെക്കുറിച്ചുമുള്ള അതിൻ്റെ എവിഡൻഷ്യൽ ഹിസ്റ്ററി നമ്മൾ രൂപീകരിക്കേണ്ടതുണ്ട്. മതസാഹിത്യത്തെക്കുറിച്ച് ആണെങ്കിൽ പോലും വിവർത്തന ഗ്രന്ഥങ്ങളും വ്യാഖ്യാനങ്ങളും, അതുപോലെ അതിൻ്റെ കർമ്മശാസ്ത്രം, സാരോപദേശം, അതുപോലെ ബോധന രീതികൾ എന്തൊക്കെയായിരുന്നു എന്നും, മതബോധന ശാലകൾ ഏതൊക്കെയായിരുന്നെന്നും, ഇതൊക്കെ അന്നത്തെ പീരീഡിലുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. അറബി മലയാളത്തിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്യേണ്ടതല്ല, ഇന്നത്തെ അല്ല.
മദ്രസ പാഠപുസ്തകങ്ങൾ അന്ന് എങ്ങനെയായിരുന്നു ഉപയോഗിച്ചിരുന്നത്, പ്രധാന പഠന കേന്ദ്രങ്ങൾ ഏതൊക്കെയായിരുന്നുവെന്നും പ്രധാന ചിന്താധാരകൾ ഏതൊക്കെയായിരുന്നെന്നും അന്ന് നടന്നിരുന്ന അറബി മലയാള സംവാദങ്ങൾ എന്തൊക്കെ ഉണ്ടായിരുന്നുവെന്നും അന്തർമത സംവാദങ്ങൾ എന്തൊക്കെ, അന്ന് അത്തരത്തിലുള്ള സംസ്കാരം ഉണ്ടായിരുന്നതുകൊണ്ട് അന്തർമത സംവാദങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നും നമ്മൾ അന്വേഷിച്ചറിയേണ്ടതുണ്ട്. അതുപോലെ സൂഫിസത്തിൻ്റെ വിവിധ ധാരകൾ, അതിൻ്റെ സാമൂഹ്യ സന്ദർഭം, സൂഫിസവും ഭക്തിപ്രസ്ഥാനവും കേരള സന്ദർഭത്തിൽ, സൂഫിസത്തിൻ്റെ തദ്ദേശീകരണം, സൂഫി സാഹിത്യവും ഇതര മതതത്വശാസ്ത്രവും ഇത് അറബി മലയാളത്തിൽ എങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളത് നമ്മൾ അന്വേഷിക്കണം. സർഗാത്മക സാഹിത്യത്തിൽ എല്ലാം, അതായത് ഗദ്യവും പദ്യവും എല്ലാം തന്നെ വ്യത്യസ്ത രീതിയിൽ അതിൻ്റെ ക്രൊണോളജിക്കലായിട്ട്, അതായത് ഓരോ കാലഘട്ടത്തിനനുസരിച്ചൊരു സമാന്തരമായി. ഇപ്പോൾ നിങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം, ഒരു പാട്ടെടുത്തു കഴിഞ്ഞാൽ ചിലർ പറയും അത് 19-ാം നൂറ്റാണ്ട്, ചിലർ പറയും 16-ാം നൂറ്റാണ്ട്. ഇതിന് യാതൊരു തരയും സ്ഥിരതയുമില്ല. അപ്പോൾ അതിന് കൃത്യമായി അന്വേഷണത്തിലൂടെ നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റും. അതിൻ്റെ പ്രത്യേകിച്ചും അതിൻ്റെ വെർബ് യൂസ്, ക്രിയകളുടെ ഉപയോഗത്തിൽ നിന്നും നമുക്കത് മനസ്സിലാക്കാൻ പറ്റും അത് ഏത് പീരീഡിലുള്ളതാണെന്ന്. അത് പഠിച്ചറിയേണ്ടതുണ്ട്. ഇനി ഗദ്യം എടുത്തു കഴിഞ്ഞാൽ ചെറുകഥകൾ, നോവലുകൾ, ബാലസാഹിത്യം, വിവർത്തനം, യാത്രാ വിവരണം, ജീവചരിത്രം, ഡയറിക്കുറിപ്പുകൾ, ഇതെല്ലാം തന്നെ ആ പീരീഡിൽ ഇറങ്ങിയിട്ടുണ്ട്. ഇത് ഞാൻ പറയുന്നത് അവരുടെ ബിബ്ലിയോഗ്രഫിയുടെ ഒരു അനാലിസിസിലൂടെയാണ് ഞാനിത് പറയുന്നത്. അതുപോലെ പദ്യം, പടപ്പാട്ടുകൾ, കിസ്സപ്പാട്ടുകൾ, കെസ്സുപാട്ടുകൾ, വിനോദഗാനങ്ങൾ, മാലപ്പാട്ടുകൾ, കത്തുപാട്ടുകൾ, കഥാപ്രസംഗം, ബദൽ ആവിഷ്കാരങ്ങൾ, പാട്ടുകളിലെ വിജ്ഞാനം, അതായത് പ്രത്യേകിച്ചും ഉരു നിർമ്മാണത്തെക്കുറിച്ചൊക്കെയുള്ള പാട്ടുകൾ, ഇങ്ങനെ വൈജ്ഞാനികമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അത് കൃത്യമായി നമ്മൾ രേഖപ്പെടുത്തി എടുക്കേണ്ടതുണ്ട്. അതുപോലെ കൃതികൾ, കർത്താവ്, കാലം, അത് കൃത്യം വലിയ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അത് പരിഹരിക്കപ്പെടേണ്ടതുണ്ട്. അറബി മലയാളത്തിലെ സ്ത്രീ സാഹിത്യം എന്താണ് എന്നുള്ളത് വ്യക്തമായി അടയാളപ്പെടുത്തേണ്ടതാണ്. സാഹിത്യത്തിന് കാരണം എന്തുകൊണ്ടാണ് അത് പറയാൻ കാരണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അക്കാലത്ത് സ്ത്രീ വിദ്യാഭ്യാസം പോലും മറ്റ് സമുദായങ്ങളിൽ ഉണ്ടായിരുന്നില്ല എന്നതുകൊണ്ട് തന്നെ സ്ത്രീ സാഹിത്യത്തിൻ്റെ ഹിസ്റ്റോറിക്കലായിട്ടുള്ള പ്രാധാന്യം വളരെ വളരെ വലുതാണ്. അത് അന്വേഷിച്ചറിയേണ്ടത്. സാഹിത്യത്തിൻ്റെ വാമൊഴി കരണം, അതുപോലെ പാടിപ്പറച്ചിൽ സംസ്കൃതി, ഇത് വളരെ പ്രധാനപ്പെട്ട, കേരളത്തിൽ ഒരുപക്ഷെ പിന്നീട് ഈ പാടിപ്പറച്ചിൽ രീതിയിൽ നിന്നായിരിക്കുമോ കഥാപ്രസംഗം എന്ന് പറയുന്ന മറ്റൊരു രൂപം ഉണ്ടായത് എന്നൊക്കെയുള്ളത് അന്വേഷിച്ചറിയേണ്ടുന്ന വിഷയങ്ങളാണ്. അതായത് സമാന്തരമായിട്ട് അറബി മലയാളത്തിൽ ഇത് സംഭവിച്ചു എന്നതുകൊണ്ട് മറ്റാരും ശ്രദ്ധിച്ചില്ല എന്നല്ല. ഇതൊക്കെ ഒരു തരത്തിൽ ഡിഫ്യൂഷൻ, അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കൽ വാങ്ങലുകൾ ഉണ്ടായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അതിൻ്റെ ചരിത്രം നമ്മൾ അന്വേഷിക്കേണ്ടത്. അതുപോലെ ആസ്വാദനം, നിരൂപണം, വിമർശനം, പ്രചരണ സംസ്കാരം, പരസ്യ രീതികൾ, ഇതൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഏത് തരമായിരുന്നു എന്ന് അന്വേഷിച്ചറിയണം. അറബി മലയാളം സാഹിത്യ ചരിത്രങ്ങളിൽ എങ്ങനെയാണ്? അതൊരു ഭീകര സംഭവമാണ്. കാരണം അതുകൊണ്ട് തന്നെ അത് അന്വേഷിച്ചറിയേണ്ടതുണ്ട്. അറബി മലയാളം സാഹിത്യ ജനുസുകളുടെ ചരിത്രങ്ങളിൽ അത് വളരെ വളരെ പ്രധാനമാണ്. കാരണം അറബി മലയാളത്തിൽ ഉണ്ടായിരിക്കുന്ന സമാന്തര ജനുസുകൾ ഒരിടവും നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. ഉദാഹരണത്തിന് മേഘസന്ദേശത്തെ പോലുള്ള ഒരു ഇതിന് ഇവിടെ കത്തുപാട്ട് എന്നുള്ള രീതിയിൽ നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. കാരണം കാരണം ഇവിടെ സാധാരണക്കാരനോടാണ് സംസാരിക്കുന്ന, കാളിദാസനോടല്ല. അതാണ് അതിൻ്റെ വ്യത്യാസം. സാധാരണക്കാരനോടാവുമ്പോൾ അത് കത്തിലൂടെ ആണ് ആ സന്ദേശങ്ങൾ കടന്നു പോകുന്നത്. അതുകൊണ്ട് അതെല്ലാം തന്നെ സമാന്തരമായി വികസിപ്പിച്ചെടുത്ത തനത് ജനുസുകളാണ്. ആ തനത് ജനുസുകളെ അതിൻ്റെ പ്രാധാന്യത്തോടുകൂടി നോക്കിക്കാണേണ്ടതുണ്ട്. അറബി മലയാളം സാഹിത്യ ചരിത്രം, അത് കഴിഞ്ഞിട്ട് പാഠപുസ്തകങ്ങളിൽ എങ്ങനെയാണ് അറബി മലയാളം എന്നുള്ളത് മനസ്സിലാക്കണം. ഇനി അവതരണകല, ഒപ്പന, കോൽക്കളി, ദഫ്, അറബന, റാത്തിബ്, ബെയ്ത്ത് തുടങ്ങിയുള്ള എല്ലാം ആ പീരീഡിൽ, ആ കാലഘട്ടത്തിൽ ഈ അറബി മലയാള പരാമർശങ്ങളുണ്ടോ, അല്ലെങ്കിൽ അതിനുള്ള റെഫറൻസുകളുണ്ടോ, അതിനുള്ള കാര്യങ്ങൾ നമ്മൾ സാംസ്കാരികമായി നമ്മുടെ ഒരു പെർഫോമൻസ് ഹിസ്റ്ററി അതിൽ നിന്ന് ട്രേസ് ചെയ്തെടുക്കണം എന്നതാണ്. 2, വാമൊഴി സാഹിത്യത്തിൽ പാട്ടുകൾ, പഴഞ്ചൊല്ലുകൾ, ശൈലികൾ, ഫലിതങ്ങൾ, മിത്തുകൾ, ഐതിഹ്യങ്ങൾ, സ്ഥലപുരാണങ്ങൾ, കടലറിവുകൾ, ഇതെല്ലാം തന്നെ സ്ഥലനാമ ചരിത്രം ഉൾപ്പെടെ ഇതിനകത്ത് ഇങ്ങനെ വിപുലമായി നമുക്ക് അറിയേണ്ടുന്ന ഒരുപാട് കാര്യങ്ങൾ അറബി മലയാളത്തിലുണ്ട്. ഇതൊക്കെ പൊതു ജ്ഞാനവ്യവസ്ഥയിലേക്ക് സംക്രമണം നടക്കേണ്ടതുണ്ട്. അതിനാര് ചെയ്യും എന്ന് ചോദിച്ചാൽ സർക്കാർ ചെയ്യില്ല, സർവകലാശാലകൾ ചെയ്യില്ല. പിന്നെ ആര് ചെയ്യുമെന്ന് ചോദിച്ചാൽ നിങ്ങൾ.
എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥികൾ നിങ്ങൾ താല്പര്യമെടുക്കണം, അതുപോലെ അതിനെ കോർഡിനേറ്റ് ചെയ്യാൻ ഉള്ള ആൾക്കാർ അതിൻ്റെ ഉത്തരവാദിത്വം. കാരണം സർവകലാശാലയിൽ ചെയ്യില്ല എന്ന് ഞാൻ പറയാൻ കാരണം ഞാൻ തുടങ്ങി വെച്ച പ്രോജക്റ്റ് ഇല്ലാതാക്കിയ സർവകലാശാലയാണ്. അതുകൊണ്ട് എനിക്കൊരു പ്രതീക്ഷയുമില്ല ഇത് എവിടെയെങ്കിലും നിങ്ങൾക്ക്. അപ്പോൾ അത് കൃത്യമായും സാമുദായികമായിട്ട് തന്നെ നമുക്ക് അതിൻ്റെ ഒരു ഇൻട്രസ്റ്റ് എടുത്ത് നമ്മളത് ചെയ്യേണ്ടതുണ്ട്. ഇനി അപ്പം നമ്മൾ എന്താണ് പറഞ്ഞു വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സമാന്തരമായിട്ടുള്ള ഒരു ഭാവനയുടെ ലോകം മാത്രമല്ല, ഭാവനയുടെ രാഷ്ട്രീയവും കൂടെ ഈ അറബി മലയാള സാഹിത്യം മുന്നോട്ട് വെച്ചു. ഇത് കാണാതെ പോകാൻ എളുപ്പമാണ്, കാരണം മലയാളത്തിൻ്റെ ഭാഗമല്ല എന്ന് പറയാനാണ് ഏറ്റവും എളുപ്പം. പക്ഷേ ഇത് മലയാളത്തിൻ്റെ ഭാഗമാണ് എന്ന് സ്ഥാപിച്ചെടുക്കലാണ് നമ്മുടെ ജോലി. അതെന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇനി വരാൻ പോകുന്ന കാലഘട്ടത്തിലെ മലയാളം ലെക്സിക്കണിൽ ഇത് പറയുന്നത് വളരെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഡോക്ടർ BC ബാലകൃഷ്ണൻ, അതായത് സൂര്യനാട് കുഞ്ഞമ്പിള്ളയ്ക്ക് ശേഷം മലയാള നിഘണ്ടുവിൻ്റെ അധ്യക്ഷനായിരുന്ന വ്യക്തിയാണ് അദ്ദേഹം. ഈ ഷംസുദ്ദീൻ്റെ പുസ്തകത്തിൻ്റെ അവതാരിക കുറിക്കുമ്പോഴാണ് ആദ്യമായി ഇതുപോലെ ഇത്രയും പ്രധാനപ്പെട്ട ഒരു റിസോഴ്സ് ഉണ്ടായിട്ട് കാലിക്കറ്റ് സർവകലാശാല എന്തുകൊണ്ട് ഇതുവരെ ഒന്നും ചെയ്തില്ല എന്നൊരു ചോദ്യം ചോദിക്കും. കാരണം പദകോശ സംബന്ധമായിട്ട് പരിശോധിക്കുമ്പോൾ ഈ അറിവെന്ന് പറയുന്നത് ഇതൊരു ഡയലക്റ്റ് അല്ലെങ്കിൽ ഒരു ഭാഷാഭേദത്തിൻ്റെ അറിവെന്നല്ല, മലയാളത്തിൻ്റെ ഒരു രൂപമാണ്. ആ രൂപം എന്തുകൊണ്ട് പൊതുമലയാളത്തിൻ്റെ ഭാഗമാകുന്നില്ല എന്നതാണ് അദ്ദേഹം ഉന്നയിച്ചത്. ഇതിന് ഉത്തരവാദിത്വം എടുക്കേണ്ടിയിരുന്നത് മലപ്പുറത്ത് തന്നെ പ്രവർത്തിക്കുന്ന കാലിക്കറ്റ് സർവകലാശാലയാണ്. എന്തുകൊണ്ട് അവർ ചെയ്തില്ല എന്നതായിരുന്നു BC ബാലകൃഷ്ണൻ അന്ന് ഉന്നയിച്ചത് ആ പുസ്തകത്തിൽ ഷംസുദ്ദീൻ്റെ. ഇത് തന്നെയായിരുന്നു, ഈ പ്രശ്നം കൊണ്ട് തന്നെയായിരുന്നു മലയാള സർവകലാശാലയിൽ ഇങ്ങനെ ഒരു പഠന കേന്ദ്രം വേണം എന്ന് സ്ഥാപിക്കാൻ എന്നെ സഹായിച്ച സ്റ്റേറ്റ്മെൻറ്റാണിത്. അത് കാരണം ഇത് സർവകലാശാല ഏറ്റെടുക്കും. പിന്നെ എന്തിനാ ഈ സർവകലാശാലകൾ? കാരണം സർവകലാശാലകളുടെ പ്രധാന ജോലി ഈ നമ്മുടെ ജ്ഞാന പാരമ്പര്യങ്ങളെ റിപ്പോസിറ്ററീസ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ജ്ഞാനവ്യവസ്ഥകൾ ഇനിയിപ്പോൾ ഉണ്ടായാൽ മാത്രം പോരാ, ഇപ്പോഴുള്ള കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ നിഘണ്ടുക്കൾ ഉണ്ടാക്കി എന്നതുകൊണ്ട് മാത്രമല്ല, ഇത് നമുക്ക് ഓൺലൈൻ റിസോഴ്സുകളാകണം. അതാണ് ഇപ്പോഴും നമ്മുടെ മുന്നിലുള്ള പ്രശ്നം. അറബി മലയാളത്തിൻ്റെ ഏറ്റവും മുന്നിലുള്ള അല്ലെങ്കിൽ പുതിയ ഗവേഷണത്തിൻ്റെ മുന്നിലുള്ള പ്രശ്നം ഇതെല്ലാം ഡിജിറ്റൽ റിസോഴ്സുകളായി മാറുക എന്നുള്ളതാണ്. ആ ഡിജിറ്റൽ റിസോഴ്സ് ആയാൽ മാത്രമേ ഇതിന് ഇനി നിലനിൽപ്പുള്ളൂ. കാരണം എന്താന്ന് പറഞ്ഞാൽ അറബി മലയാളത്തിൽ 2-3 പുസ്തകം കൂടെ പ്രസിദ്ധീകരിച്ചു എന്നതുകൊണ്ട് നമ്മുടെ ബാധ്യത തീരുന്നില്ല. ഇതെല്ലാം വരും തലമുറകൾക്ക് എല്ലാ കാലത്തും ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിൽ ഓപ്പൺ റിസോഴ്സുകളായി അങ്ങനെയായി മാറിയാൽ മാത്രമേ ഇത് കോമൺ ആവൂ. കോമൺ ആകുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ നമ്മൾ അറിയാതെ തന്നെ മറ്റു പലരും ഇതിൽ ഗവേഷണം നടത്തും. അങ്ങനെ ഇത് ലോകമെമ്പാടുമുള്ള ഭാഷാ താല്പര്യമുള്ള ആൾക്കാരിൽ ഇതെത്തിച്ചേരും. അല്ലാതെ നമ്മളിവിടെ കോഴിക്കോട്ട് 4 പുസ്തകം ഇറക്കി, തിരുവനന്തപുരത്ത് 5 പുസ്തകം ഇറക്കി എന്ന് പറഞ്ഞിട്ട് ഇതൊന്നും തന്നെ പോകത്തില്ല. കാരണം ലോകം മാറി. അതുകൊണ്ട് ഈ പറയുന്ന അറബി മലയാളത്തിൻ്റെ 1ാമത്തെ കൃതി മുതൽ ബാക്കിയുള്ള ലാസ്റ്റിൽ എഴുതുന്ന കൃതി വരെ നമ്മൾ ഇൻഡെക്സ് ചെയ്യണം, പദകോശം ഉണ്ടാക്കണം, ആ പദകോശത്തെ ഇതിൽ ലിങ്ക് ചെയ്യണം, പീരീഡ് അനുസരിച്ച് അതിൻ്റെ അർത്ഥവ്യവസ്ഥ ഉണ്ടാക്കണം. അങ്ങനെ നമ്മുടെ മുന്നിലുള്ള ഉത്തരവാദിത്വങ്ങൾ വളരെ വലുതാണ്. അപ്പോൾ അറബി മലയാളത്തിൻ്റെ സാധ്യത എന്ന് പറയുന്നത് പണ്ട് മലയാളം അങ്ങനെ കോമൺ അല്ലാത്തത് കൊണ്ട് നമ്മൾ അറബി മലയാളത്തിൽ എഴുതിയെന്നല്ല. ഇതൊരു ബദൽ സംസ്കാരമായി രൂപപ്പെടുകയും ഒരു ഉപധാരയായി വികസിക്കുകയും സ്വതന്ത്ര ഉപധാരയായി മാറുകയും സ്വതന്ത്ര ഭാഷയായി തന്നെ മാറാമായിരുന്നതുമായ ഒരിതാണ്. അവിടെ എന്താണ് മാപ്പിള മലയാളി കേരളത്തോട് കാണിച്ച സന്മനസ്? സ്വന്തമായൊരു ഭാഷയും എഴുത്തുവിദ്യയും കയ്യിലുണ്ടായിരുന്നിട്ട് കേരളത്തിൻ്റെ രാഷ്ട്രീയ ഐക്യത്തിനു വേണ്ടി മാപ്പിള മലയാളി ആര്യ മലയാളം പഠിക്കാൻ തയ്യാറായി, അത് പ്രയോജനപ്പെടുത്തി. ഇവിടെ മറ്റു മലയാളികൾക്ക് ആർക്കും ഇങ്ങനെ ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല.
മനസ്സിലാക്കുക, കൃത്യമായി ഒരു പാരമ്പര്യം ഉണ്ടാവുകയും ഒരു ലിഖിത വ്യവസ്ഥ ഉണ്ടാകുകയും ഒരു സാങ്കേതിക വിദ്യ ഉണ്ടാകുകയും സ്വന്തമായി സാഹിത്യം ഉണ്ടാവുകയും സ്വന്തമായി വൈജ്ഞാനിക വിനിമയം നടന്നുകയായ ഒരു സംസ്കാരമുള്ള ജനത കേരളത്തിൻ്റെ കേരളം ഒരു രാഷ്ട്രീയ കേരളമായതോടുകൂടി അതിൻ്റെ ഏകതയ്ക്ക് വേണ്ടി അവർ ഈ പറയുന്ന ആര്യലിപി പഠിച്ചു മലയാളത്തെ മാതൃഭാഷയാക്കി. അപ്പോൾ ഇവിടെ നഷ്ടം എന്ന് പറയുന്നത് ഈ സമൂഹത്തിനാണ്, അപ്പുറത്തല്ല. അതുകൊണ്ട് തന്നെ ആ സമൂഹത്തിൻ്റെ ഉത്തരവാദിത്വമാണ് ഈ സംസ്കാരത്തെ ഏറ്റെടുക്കുക. അപ്പോൾ ഇതൊരു പൊളിറ്റിക്കൽ ഡിബേറ്റാണ്. ആർക്കെന്ത് നഷ്ടപ്പെട്ടു, ആരെന്ത് നേടി? ഇവിടെ സ്വതന്ത്രമായി വികസിച്ച് ഒരു ഇൻഡിപെൻഡൻ്റ് ഭാഷയായി തന്നെ മാറാമായിരുന്നൊരു ഭാഷയും സംസ്കാരവും 14,000 ബുക്കും അതിലേറെ തന്നെ ഒരു വലിയ ദീർഘമായൊരു സംസ്കാരത്തെയും രാഷ്ട്രീയ കേരളം എന്ന പൊളിറ്റിക്കൽ അജണ്ട അംഗീകരിച്ചുകൊണ്ട്, അതായത് ദേശീയമായിട്ടുള്ളൊരു അജണ്ട അംഗീകരിച്ചുകൊണ്ട് നാഷണൽഹുഡ് ഏറ്റെടുത്തുകൊണ്ട് മാപ്പിള മലയാളി നെഗോഷിയേറ്റ് ചെയ്യുന്നു, അതിൻ്റെ ഭാഗമാകുന്നു. അപ്പോൾ ആ പൊതു മലയാളത്തിൻ്റെ ബാധ്യത ഈ സംസ്കാരത്തെ പൂർണ്ണമായി അതിൽ സംലയനം ചെയ്യുക എന്നതാണ്. മനസ്സിലായല്ലോ? അങ്ങനെ വരുമ്പോൾ ഇത് എല്ലാ റിസോഴ്സും സർക്കാർ തന്നെ ഏറ്റെടുക്കേണ്ടതും ചെയ്യേണ്ടതും. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് സംഭവിച്ചത് ഇങ്ങനെ ഒന്നില്ല എന്ന് വിശ്വസിക്കാനും പാഠപുസ്തകങ്ങളുടെ ഭാഗമാക്കാതെ ഇരിക്കാനും ആത്മാർത്ഥമായി ശ്രമിക്കുന്നത് കൊണ്ട് തന്നെ ഇതിപ്പോഴും എക്സ്ക്ലൂഡഡാണ്, ബഹിഷ്കൃതമാണ്, പാർശ്വവൽകൃതമാണ്. അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഞാൻ പഴയ മാപ്പിള മലയാളിയിലേക്ക് നിങ്ങളുടെ ബോധത്തെ തിരിച്ചു കൊണ്ടുപോവുകയാണ്. പഴയ മാപ്പിള മലയാളി എന്താ ചെയ്തത്? ഒരു യുദ്ധത്തിനും പോയില്ല, കൃത്യമായി സ്വതന്ത്രമായി സാങ്കേതികത വികസിപ്പിച്ചു, ഭാവന സർഗാത്മകത വികസിപ്പിച്ചു, സ്വതന്ത്രമായ സംസ്കാര രൂപം നൽകി ഒരു ബദൽ സംസ്കൃതി ഉണ്ടാക്കി. അതേപോലെ അക്കാദമികമായിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നത് ഇത് കേരളത്തിൻ്റെ പൊതുപഠനത്തിൻ്റെ ഭാഗമാക്കണമെങ്കിൽ അതിന് പൊളിറ്റിക്കൽ ഡിസിഷൻസ് ഒക്കെ വേണം. അതിനൊക്കെ ഒരുപാട് ഇതുണ്ട്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഉണ്ടാക്കിയ ഒരു സ്ഥാപനം പോലും പൂർണ്ണമായി ഇല്ലാതാക്കാൻ വളരെ എളുപ്പത്തിൽ സാധിച്ചു എന്നുള്ളതാണ് മലയാള സർവകലാശാലയുടെ പ്രത്യേകത. അതുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ഇതിനെ കൃത്യമായി അക്കാദമികമായി അടയാളപ്പെടുത്തുക എന്നുള്ളതാണ്. അതിന് ഞാൻ ഈ പറഞ്ഞ ഓരോന്നിനെയും അതിൻ്റെ പ്രാധാന്യത്തോടുകൂടി മനസ്സിലാക്കി ആ രീതിയിൽ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് പുതിയ തലമുറ ആ നിലയ്ക്ക്, കാരണം നമ്മൾ ഈ അക്കാദമികമായി അടയാളപ്പെടുത്തുന്നതും അല്ലാത്തതുമായ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, അക്കാദമികമാകാത്തിടത്തോളം കാലം എക്സ്ക്ലൂഷന് എളുപ്പമാണ്. അതാണ് ഞാൻ പറഞ്ഞത്, സാഹിത്യ ചരിത്രത്തിലെ ഇത് ഉൾപ്പെടുത്താൻ 1-2 സെൻറ്റൻസിൽ ഇത് ഉൾപ്പെടെ അറബി മലയാളം സാഹിത്യം ഉണ്ടെന്ന് പറഞ്ഞാൽ സംഭവം തീർന്നു. അത് വളരെ എളുപ്പമാണ്. പക്ഷെ അതല്ലാതെ ഇതിന് സമാന്തരമായി ഇങ്ങനെ ഈ പീരീഡിൽ ഇന്നതുണ്ടായിരുന്നു എന്ന് പറയുന്നത് വ്യത്യസ്തമാണ്. ആ വ്യത്യസ്തതകളെ, ആ വ്യതിരിക്തതകളെ കൃത്യമായി കേരള സമൂഹത്തെ ധരിപ്പിക്കേണ്ട ബാധ്യത ഇപ്പോൾ മാപ്പിള മലയാളിക്കാണ് എന്നത് വന്നിരിക്കുന്നത്. അത് യങ്സ്റ്റേഴ്സ്, നിങ്ങളുടെ സ്കോളർഷിപ്പ് ഇത് പൂർണ്ണമായും നിങ്ങൾ ഇതും മനസ്സിലാക്കുക. നിങ്ങൾക്ക് സ്വതന്ത്രമായി ഒരു സാഹിത്യ ശാഖ കയ്യിലുള്ളവരാണ്, നിങ്ങൾക്കൊരു സാഹിത്യ സമ്പത്ത് കയ്യിലുള്ളവരാണ്. ഇന്ന് ആർക്കെന്തുണ്ട് എന്നതാണ് ലോകത്തുള്ള ചോദ്യം. കളിയോടൊക്കെ ഉണ്ടാക്കാൻ നിങ്ങൾക്കറിയാമെങ്കിൽ അതിനൊരു ഗ്ലോബൽ ഇക്കോണമിക്കൽ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഏത് പ്രോഡക്റ്റ് നിങ്ങൾക്കുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് ഗ്ലോബൽ സെയിലിൽ പറ്റും. അതുകൊണ്ട് തന്നെ ഇത് നിങ്ങൾ ഉണ്ടാക്കിയെടുത്ത, നിങ്ങളുടെ മുൻ തലമുറ ഉണ്ടാക്കിയെടുത്ത, അവരുടെ സർഗാത്മക ശേഷി ഉപയോഗിച്ച, അവരുടെ ബദൽ ജ്ഞാന പ്രക്രിയകൾ ഉൾക്കൊള്ളുന്ന ഒരു വലിയ സാംസ്കാരിക മൂലധനമാണ് അറബി മലയാള കൃതികൾ. ആ സാംസ്കാരിക മൂലധനത്തെ എങ്ങനെയാണ് ഇനി കച്ചവടം നടത്തേണ്ടത്, അതായത് വ്യാപാരം നടത്തേണ്ടതെന്ന് തന്നെ പറയാം, എങ്ങനെ വിനിമയം നടത്തണം എന്നതാണ് ആസൂത്രണത്തിൻ്റെ ആദ്യ പടി. അത് ഈ സെമിനാർ കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഈ പറയുന്ന ഇത് കഴിയുമ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടെ ഇരിക്കുന്ന എല്ലാവരും അതിലേക്ക് അവരുടെ മനസ്സ് പ്രയോഗിക്കുകയും എങ്ങനെ നമ്മുടെ കയ്യിലുള്ള ഈ വലിയ മൂലധനത്തെ, ഈ മൂലധനത്തെ എങ്ങനെയാണ് പൊതുമൂലധനമാക്കാനും അതിൽ നിന്ന് തന്നെ എന്തുമാത്രം വ്യാപാര സാധ്യതകളാണ് ഉള്ളതെന്നും അത് ഗ്ലോബലായിട്ടുള്ള, അതായത് സാർവലൗകികമായിട്ടുള്ള പ്രാധാന്യം എങ്ങനെ ഉണ്ടാക്കാം. അതാണ് ഞാൻ പറഞ്ഞത്, ഇത് സൈബർ സ്പേസിലേക്ക് കടക്കണം, എല്ലാ കൃതികളും ഡിജിറ്റൈസ് ചെയ്യപ്പെടണം, എല്ലാ കൃതികളുടെയും ഈ പറയുന്ന നിഘണ്ടു, ലെക്സിക്കോഗ്രാഫി ഇതെല്ലാം ഉണ്ടാക്കി ആർക്കും എപ്പോഴും വായിച്ചറിയാവുന്ന തരത്തിലേക്ക് ഒരു സാധ്യത ഉണ്ടാക്കണം. സ്ക്രിപ്റ്റ് ട്രാൻസ്ക്രിപ്ഷന് വേണ്ടിയിട്ടുള്ള
ആയിട്ടുള്ള ഗവേഷണങ്ങൾ നടത്തണം എന്ന് പറഞ്ഞാൽ ഒരു അറബി മലയാള പുസ്തകം ഓട്ടോമാറ്റിക് അയാൾക്ക് മലയാളത്തിൽ വായിക്കണമെങ്കിൽ, മലയാളത്തിൽ സ്ക്രിപ്റ്റ് ചെയ്യണമെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി മെഷീൻ ട്രാൻസ്ലേഷൻ വഴി ചെയ്യുന്ന ഒരു സംവിധാനത്തിലേക്ക് വരണം. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ സാധ്യത വളരെ വളരെ വിപുലമാകും എന്നതാണ് ഏറ്റവും പ്രധാനം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം യങ്സ്റ്റേഴ്സ്, ഇവിടെ ഇരിക്കുന്ന യങ്സ്റ്റേഴ്സാണ് ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടത്. അവർ ആർക്കും അവജ്ഞ തോന്നേ എന്ത് സാഹിത്യം, എന്ത് അറബി മലയാളം എന്നല്ല തോന്നേണ്ടത്. നൂറ്റാണ്ടുകളിലൂടെ വിപുലമായി വികസിച്ച ഒരു സാംസ്കാരിക മൂലധനമാണ് ഞങ്ങളുടെ മുൻഗാമികൾ നമുക്കായി ഒരുക്കി വച്ചിരിക്കുന്നത്. ആ ഒരുക്കി വച്ചിരിക്കുന്ന സാഹിത്യ സമ്പത്തിനെയും ആ സാംസ്കാരിക മൂലധനത്തെയും അറിയാതെ പോകരുത്. അതിനെ എങ്ങനെ വിനിമയം ചെയ്യണം എന്നതാണ്. അങ്ങനെയുള്ള ഇപ്പോൾ ഒരുപാട് എക്സ്പേർട്സ് ഇതിനകത്ത് വരേണ്ടതുണ്ട്. അങ്ങനെ വന്നാൽ മാത്രമേ ഇത് അന്തർദേശീയമായിട്ട് പോലും പ്രാധാന്യമുള്ളൂ. ഇന്ന് ലോകത്ത് വേണ്ടത് തദ്ദേശീയ ജ്ഞാനങ്ങളുടെ ആഗോളവൽക്കരണമാണ്. ആ തദ്ദേശീയ ജ്ഞാനത്തിൻ്റെ കലവറയുള്ള നിങ്ങൾ ദാരിദ്ര്യം അനുഭവിക്കുന്നു എന്ന് വിചാരിക്കരുത്. അല്ലാതെ മുഖ്യധാരയിലെ ഈ പറയുന്ന ആശാന്മാരെയൊക്കെ പഠിച്ചാൽ മാത്രമേ സാഹിത്യമാകൂ എന്നുള്ള തെറ്റിദ്ധാരണയും വേണ്ട. ഇത് തന്നെ ഒരു പാരലായിട്ടുള്ള സമാന്തരമായിട്ടുള്ള ജ്ഞാനവ്യവസ്ഥയാണ്, സാഹിത്യ വ്യവസ്ഥയാണ്. അതിൻ്റേതായിട്ടുള്ള ഇതിൻ്റെ ഒരുപാട് ഗവേഷണം നടത്താനുണ്ട്. ഈ അറബി മലയാള സാഹിത്യത്തിൻ്റെ ലക്ഷണശാസ്ത്രം എന്താണ്, അതിൻ്റെ ലാവണ്യശാസ്ത്രം എന്താണ്, അത് നിങ്ങൾ സംസ്കൃതത്തിൻ്റെ ലാവണ്യശാസ്ത്രവും രസ സിദ്ധാന്തത്തിൽ നിന്നും അല്ല തിരയേണ്ടത്. നിങ്ങൾ ഇതിനുള്ളിലാണ് തിരയേണ്ടത്. സാമാന്യ ജനതയുടെയും സാധാരണ ജനതയുടെയും മനസ്സിൽ നിന്നുകൊണ്ട്, അന്നത്തെ അവരുടെ ഉപജീവന മാർഗങ്ങളിൽ നിന്നുകൊണ്ട്, കിസ്സപ്പാട്ട്, ഈ പറയുന്ന പടപ്പാട്ടുകളുടെ രൂപീകരണം എങ്ങനെയാണ് ഇത്തരത്തിലുള്ളൊരു താളബോധം ഇവിടെ ഉണ്ടായത്, എങ്ങനെയാണ് ഇശലുകൾ ഈ രീതിയിൽ രൂപപ്പെട്ടത് എന്നൊക്കെയുള്ള അന്വേഷണം ഈ സമൂഹത്തിൻ്റെ സംസ്കാരത്തിൽ നിന്നും ഈ സമൂഹത്തിൻ്റെ ദൈനംദിന ജീവിതത്തിൽ നിന്നും ഒക്കെയാണ് നിങ്ങൾ തിരയേണ്ടത്. അതുകൊണ്ട് തന്നെ പൊതുസാഹിത്യത്തിൻ്റെ മാനദണ്ഡങ്ങൾ വെച്ചിട്ടല്ല അറബി മലയാള സാഹിത്യത്തെ പഠിക്കേണ്ടത്. പകരം അറബി മലയാള സാഹിത്യത്തിൻ്റെ മാനദണ്ഡങ്ങൾ നിർണ്ണയിക്കുകയും അതിൻ്റെ ലാവണ്യശാസ്ത്രം നിർണ്ണയിക്കുകയും അതിൻ്റെ സൗന്ദര്യശാസ്ത്രത്തിൽ നിന്നുകൊണ്ട് മറ്റ് സാഹിത്യങ്ങളെ നോക്കിക്കാണുകയും ചെയ്യാനുള്ള ഒരു പ്രവണത സൃഷ്ടിക്കുകയാണ് വേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ തൽക്കാലം നിർത്തുന്നു. അതോടൊപ്പം തന്നെ ഈ 2 ദിവസത്തെ സഹവാസ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തതായി, ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തതായി നിങ്ങളുടെ എല്ലാം അറിവോടെയും ഞാൻ പറഞ്ഞുകൊള്ളുന്നു, പ്രഖ്യാപിക്കുന്നു. നന്നായിരിക്കട്ടെ, എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. 2 ദിവസം കൊണ്ട് പുതിയ ഒരു അറബി മലയാള ബോധം ഉണ്ടാകട്ടെ, അറബി മലയാള ഗവേഷണ ബോധം ഉണ്ടാകട്ടെ, പുതിയ തരം അക്കാദമിക സംസ്കാരം രൂപപ്പെടട്ടെ എന്ന് ആശംസിക്കുന്നു.